MMO കോളേജ് മുക്കം സംഘടിപ്പിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സിലാണ് നമ്മളുള്ളത്. ഒരു 4-5 ദിവസമായി നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങളുമായി സംവദിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട M. ഷിനാസ് സാറാണ്. അദ്ദേഹം ചേന്നമംഗല്ലൂർ സ്വദേശിയാണ്. പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തൃശൂർ KKTM കോളേജിലാണ്. ദീർഘകാലം ആർട്സ് കോളേജ് കോഴിക്കോടായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. നിരന്തരമായി ചരിത്രവുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, അതോടൊപ്പം വളരെ സജീവമായിട്ട് അനുകാലിക പത്രങ്ങളിലും മാസികകളിലും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് M. ഷിനാസ്. നിങ്ങളൊരൽപ്പം വായന ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഷിനാസ് സാറെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ലക്കത്തിലും ഈ അടുത്ത കാലങ്ങളിലുമായിട്ട് നിരവധി മലയാള ഇംഗ്ലീഷ് ജേർണലുകളിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കോളേജുകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അദ്ദേഹമുണ്ട്. ഇന്നും എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രോഗ്രാം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ്. ഇന്നും നാളെയൊക്കെ ഉണ്ട്. വളരെ തിരക്ക് പിടിച്ച ആളാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും വലിയ സ്നേഹം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ഷിനാസ് സാറ്. അദ്ദേഹത്തെ നമുക്ക് ഇന്ന് ഹിസ്റ്ററി മാറ്റേഴ്സ്, ചരിത്രം ഒരു പ്രശ്നമാണ്, ചരിത്രം ഒരു വിഷയമാണ് എന്ന തലക്കെട്ടിൽ നിങ്ങളുമായി സംവദിക്കാനാണ് എത്തിയിട്ടുള്ളത്. ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹിക മണ്ഡലങ്ങളിലുമെല്ലാം ചരിത്രം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മേഖലയായി ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തെ ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആദ്യമാണ് അദ്ദേഹം വരുന്നത്. ഓൺലൈൻ പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഷിനാസ് സാറെ ക്ലാസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു സമയത്താണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഏറ്റവും സ്നേഹത്തോടു കൂടി ഷിനാസ് സാറെ നമ്മുടെ കുട്ടികളുമായും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുമായും സംവദിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. എന്നെ പറ്റി പറഞ്ഞ സൗമ്യമായ വാക്കുകൾക്ക് അജ്മൽ മാഷിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മിസ്റ്റർ അബ്ദുറഹിമാൻ, മിസ്റ്റർ അസീസ്, നിങ്ങളുടെ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റ് ശ്രോതാക്കളെ, ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളായി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ള ചരിത്രത്തിലെ ചില പുതു മേഖലകൾ അങ്ങനെ പരിചയപ്പെടുത്തുകയല്ല, പുതുമേഖലകളെ കുറിച്ച്, അതിലെ ചില പ്രത്യേക പുസ്തകങ്ങളെ കുറിച്ച്, അപ്പോൾ ചരിത്രം ഏതൊക്കെ വിധത്തിൽ വികസിച്ചു എന്നതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ്, അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ചരിത്രത്തെ പറ്റി പൊതുവെയുള്ള ധാരണ കുറെ രാജാക്കന്മാരുടെ പേരുകൾ, അവരുടെ യുദ്ധങ്ങൾ, കുറെ വർഷങ്ങൾ, കുറെ ഡേറ്റുകൾ, ഈ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മറ്റു ഭരണാധികാരികളുടെയും ദിഗ്വിജയങ്ങളും അവരുടെ യുദ്ധങ്ങൾ നടന്ന വർഷങ്ങളും അവരുടെ ഭരണപരിഷ്കാരങ്ങളും മാത്രമാണ് ചരിത്രം എന്ന ഒരു അബദ്ധ മിഥ്യാധാരണ സമൂഹത്തിൽ പൊതുവെ ഉണ്ട്. അതിന് നമ്മുടെ ചരിത്ര പാഠ്യ പദ്ധതി ഏതാണ്ടൊരു വ്യാഴവട്ടം മുമ്പ് വരെയുള്ള, ഒരു വ്യാഴവട്ടം, 1.5 വ്യാഴവട്ടം മുമ്പ് വരെയുള്ള നമ്മുടെ ചരിത്ര പാഠ്യ പദ്ധതി, അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ പാഠ്യപദ്ധതിക്കും ആ പാഠ്യപദ്ധതി തയ്യാറാക്കിയവരും. കാരണം പാശ്ചാത്യ നാടുകളിൽ ചരിത്രം എത്രയോ മുന്നോട്ട് പോയപ്പോഴും നാം പാനിപ്പത്ത് യുദ്ധങ്ങളിലും മിന്റോ മോർലി റിഫോംസിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലും ചമ്പരൻ സത്യാഗ്രഹത്തിലും ഒക്കെ അഭിരമിക്കുകയായിരുന്നു. അത് വേണ്ടെന്നല്ല, അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിന്റെ ഭാഗമല്ലാത്ത ഒന്നും ലോകത്തില്ല.
ഇപ്പം ഭക്ഷണത്തിന് ചരിത്രമുണ്ട്, പാദരക്ഷകൾക്ക് ചരിത്രമുണ്ട്, വികാരങ്ങൾക്ക് ചരിത്രമുണ്ട്, ശരീരത്തിന് ചരിത്രമുണ്ട്, ബ്യൂട്ടി സൗന്ദര്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിന് ചരിത്രമുണ്ട്. അപ്പോൾ ലോകത്തിലുള്ള സമസ്ത കാര്യങ്ങളും ചരിത്രമുണ്ട്. ചരിത്രമില്ലാത്തതായി ഇപ്പൊ മലയാളി ഈ പാൻസും ഷർട്ടും ഇടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? മലയാളി പെണ്ണുങ്ങൾ ചുരിദാർ എന്ന നോർത്തേൺ ഇന്ത്യൻ പഞ്ചാബി സൽവാർ കമ്മീസിന്റെ ഒരു രൂപഭേദം അണിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? മലയാളി അതിനു മുമ്പ് സാരി ധരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഒരു നൂറ്റാണ്ടിന്റെ പഴക്കം പോലുമില്ല മലയാളിയുടെ സാരിക്ക്. ഒരു 10-50 കൊല്ലത്തിന്റെ പഴക്കം പോലുമില്ല മലയാളിയുടെ ചുരിദാറിന്. ജീൻസിനും അങ്ങനെ തന്നെ ചെറിയ പഴക്കമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വസ്ത്രം ഇതായിരുന്നില്ല. ഇപ്പോ വാസ്കോഡ ഗാമയെ പറ്റി ലോകപ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരനായ സഞ്ജയ് സുബ്രഹ്മണ്യം എഴുതിയ പുസ്തകത്തിൽ ഈ സാമൂതിരിയെ വാസ്കോഡ ഗാമ കാണാൻ വരുമ്പോഴുള്ള ഒരു ചിത്രമുണ്ട്. വാസ്കോഡ ഗാമ യൂറോപ്യൻ സ്റ്റൈലിൽ കോട്ടും ഷൂട്ടും ജാക്കറ്റും ആ രീതിയിലാണ്. സാമൂതിരി അർദ്ധനഗ്നനാണ്. മേലോട്ട് സാമൂതിരിക്ക് ഒന്നുമില്ല, ഒരു പട്ടുതൂവാലയോ മറ്റോ ഉണ്ട്. സാമൂതിരിയുടെ അടുത്ത് 2 പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അവരും അർദ്ധനഗ്നരാണ്. മാറ് മറക്കാത്ത 2 10-14 വയസ്സുള്ള പെൺകുട്ടികൾ. പൊതുവെ മലയാളിയുടെ വേഷം മധ്യകാലത്തും ഏതാണ്ട് ആധുനിക കാലം വരെ ഒരു പാവപ്പെട്ട ദരിദ്രനായ കർഷക തൊഴിലാളിയായിട്ടുള്ള മലയാളിയുടെ വേഷം കോണകം മാത്രമായിരുന്നു പുരുഷന്മാരെ സംബന്ധിച്ച്. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥക്ക് നമ്മുടെ ഈ ജീൻസും അതുപോലുള്ള കാര്യങ്ങളും ഒന്നും ചേരില്ലെങ്കിലും നമ്മൾ വേഷത്തിൽ ഭക്ഷണം, മലയാളിയുടെ ഭക്ഷണം നമ്മൾ കോഴിക്കോട്ടുകാർക്ക് അറിയാം എത്ര മേൽ മാറിപ്പോയി. കഴിഞ്ഞ ഒരു 30 കൊല്ലം കൊണ്ട് ഷവർമയും ഷവായിയും ബാർബിക്യൂയും അതുപോലുള്ള എത്രയോ വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിലേക്ക് എത്തി. പുട്ടും കടലയും ഒക്കെ പോയി. അതുപോലെ കപ്പ അല്ലെങ്കിൽ മത്തി, അതിൻ്റെ കൂടെ മത്തി മുളകിട്ടത്, അതൊക്കെ ആയിരുന്നു മലയാളിയുടെ ഭക്ഷണം. ഇന്ന് മലയാളിയുടെ ഭക്ഷണം ഇന്ന് മലയാളിയുടെ ഭക്ഷണം പാടെ മാറിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണത്തിന്, വേഷത്തിന്, എല്ലാറ്റിനും ചരിത്രമുണ്ട് എന്നതാണ്. നമ്മളും സ്വയം ചരിത്രബോധം ഉള്ളവരാണ്. ചരിത്രബോധം ഇല്ലാത്തവരാരുമില്ല. അപ്പൊ ചരിത്രം വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അനുദിനം, വ്യക്തിപരമായ കാര്യങ്ങളാവട്ടെ, കുടുംബ കാര്യങ്ങളാവട്ടെ, സാമൂഹിക കാര്യങ്ങളാവട്ടെ, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, നമ്മൾ മുൻ അനുഭവങ്ങളുമായി ഒത്തുനോക്കി താരതമ്യപ്പെടുത്തി ഒക്കെയാണ്, ചരിത്രവൽക്കരിച്ചുകൊണ്ടാണ് ചരിത്രത്തോട്, ചരിത്രത്തിന്റെ ഭൂതകാലത്തിന്റെ ഉരകല്ലുമായി തട്ടിച്ചു നോക്കിയാണ് നമ്മൾ വർത്തമാനത്തിലെ പല തീരുമാനങ്ങളും എടുക്കാറുള്ളത്. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞു വരുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പുതിയ പേപ്പർ ഉണ്ട്. അതിൽ ഏതാണ്ട് പകുതിയോളം ചരിത്ര വിജ്ഞാനീയത്തിലെ പുതുമേഖലകളെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങൾ. അതിൽ കീഴാളപക്ഷ ചരിത്രമുണ്ട്, സബാൾട്ടേൺ സ്റ്റഡീസ്, പോസ്റ്റ് മോഡേണിസം ആൻഡ് ഹിസ്റ്ററി ഉണ്ട്, ഉത്തരാധുനികതയും ചരിത്രവും, സ്ട്രക്ചറലിസം, ഘടനാവാദമുണ്ട്. അങ്ങനെ ചരിത്ര വിജ്ഞാന മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു 10-40 കൊല്ലം കൊണ്ട് ഉണ്ടായി വന്ന പുതു നിങ്ങൾ ഈ വർഷം തന്നെ പരിചയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ് പോയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഫൂക്കോയും ഉണ്ടായിരുന്നു, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി, ലൈംഗികതയുടെ ചരിത്രം ഉണ്ടായിരുന്നു. അപ്പോ അതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ആ പാഠഭാഗം നിങ്ങൾക്ക് ഇപ്പോഴില്ല എന്നാണ് തോന്നുന്നത്. മറ്റു പാഠഭാഗങ്ങളൊക്കെ ഉണ്ട് താൻ. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞാൽ എത്രയോ അധികം വികസിച്ച് മുന്നേറി കഴിഞ്ഞു എന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ചരിത്ര പഠനത്തോട് ഒരു അനാഭിമുഖ്യം, ചരിത്രം അത്ര പോരാ എന്നുള്ളൊരു ധാരണ പലപ്പോഴും ഉണ്ട്, പലർക്കുമുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാല് വെറും ഇൻസ്ട്രുമെന്റൽ റീസൺ, പ്രയോജനവാദം. ഏത് വിഷയം പഠിച്ചാലാണ് പ്രയോജനം
ഏത് വിഷയത്തിനാണ് ജോലി സാധ്യത കൂടുതൽ, ഏത് വിഷയത്തിനാണ് കൂലി കൂടുതൽ. അപ്പൊ ജോലിയും കൂലിയും ആണ് വിഷയത്തിന്റെ പ്രാധാന്യം തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് മെഡിസിൻ, MBBS, അതുപോലെ എഞ്ചിനീയറിംഗ്. അപ്പോ മെഡിസിന്റെ പൂർവ്വരൂപം എന്തായിരുന്നു? ആധുനിക വൈദ്യശാസ്ത്രം, ആധുനിക പാശ്ചാത്യ വൈദ്യശാസ്ത്രം കേരളത്തിലോ ഇന്ത്യയിലോ വരുന്നതിന് മുമ്പ് ഇവിടെ പാരമ്പര്യ വൈദ്യമായിരുന്നു. ആയുർവേദമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് വൈദ്യനെ ചൊല്ലൂടുക എന്നാണ് വിളിച്ചിരുന്നത്. വൈദ്യനെ ചൊല്ലൂടുക, വൈദ്യനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നു. വൈദ്യൻ നമ്മളെ കാണാൻ വീട്ടിൽ വരുന്നു, വൈദ്യൻ പരിശോധിക്കുന്നു, വൈദ്യൻ ചില മരുന്നുകളൊക്കെ കുറിച്ചു നൽകുന്നു, വൈദ്യൻ പോകുന്നു, നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നു. ഇന്ന് ഏതെങ്കിലും MD ഡോക്ടറോ സർജനോ നമ്മൾ വിളിച്ചാൽ വീട്ടിലേക്ക് വരുമോ? VVIPകൾ വിളിച്ചാൽ വരുമായിരിക്കും. അപ്പോൾ വൈദ്യനുണ്ടായിരുന്ന സ്ഥാനത്തിന് ഒരു മഹാപരിവേഷം വരുന്നത് ഏതാണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉദയത്തോടെയും വൈദ്യവൃത്തിക്ക് വലിയ തോതിൽ ജോലി സാധ്യതയും വലിയ കൂലിക്കൂടുതലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ എഞ്ചിനീയറിംഗ്, ഇപ്പൊ IT എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയിലും അതുപോലുള്ള ഹൈടെക് സിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ടാർഗറ്റ് ഓറിയന്റഡ് ആണ്, ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ള ജോലിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഒരു പ്രൊജക്ട് ചെയ്ത് തീർക്കാം, ഒരു മാസം കൊണ്ട് തീർക്കാം. അപ്പൊ ഓരോ ഇതിനും 10-15 ദിവസം നൽകും. അത് ആ 15 ദിവസത്തിൽ ഓരോ ദിവസവും 18-20 മണിക്കൂർ പ്രവർത്തിച്ചാൽ, ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ആ പ്രൊജക്ട് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അവരുടെ ജീവിതം എന്താണ്? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇന്റലക്ച്വലി ആൻഡ് ഫിസിക്കലി വെജിറ്റബിൾ ആയിട്ട് മാറുന്ന ജീവിതമാണ്. പറയുമ്പോ മാസത്തിൽ 2-3 ലക്ഷം ഉണ്ടാവും, പക്ഷേ ആയുസ്സിന്റെ, ആരോഗ്യത്തിന്റെ പല ലക്ഷങ്ങളാണ് ആ ജോലിയിലൂടെ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഇപ്പൊ വൈദ്യവൃത്തി, ഇപ്പൊ ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ച ഏതാണ്ട് 90% പഠിച്ച വ്യക്തിയാണ്. അത് എനിക്ക് ഭാഗ്യവശാൽ എന്ന് തന്നെ ഞാൻ പറയും, നിർഭാഗ്യവശാലല്ല, ഭാഗ്യവശാൽ വിട്ടു. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ചരിത്രം പഠിക്കാൻ ഞാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ, കാരണം ഞാൻ മെഡിസിൻ വിട്ട് ഏത് പഠിക്കണം എന്ത് പഠിക്കണം എന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ ഇങ്ങനെ നടക്കുന്ന കാലത്താണ്. അക്കാലത്ത് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതുമായിരുന്നു, മലയാളം വാരികയിലും അതുപോലുള്ള ചന്ദ്രികയിലും ഒക്കെ എഴുതുമായിരുന്നു. അങ്ങനെ ഒരു മാതൃഭൂമിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണനെ അദ്ദേഹത്തിന്റെ മലാപ്പറമ്പിലുള്ള വീട്ടിൽ വെച്ച് പരിചയപ്പെടുന്നതോടെയാണ് ചരിത്രം അത്ര നിസ്സാരമായ വിഷയമല്ല. ഇറ്റ് ഈസ് എ പ്രൊഫൗണ്ട്, എ വെരി ഡീപ്പ് സബ്ജക്ട്. ഇപ്പൊ ചരിത്രം, ഞാൻ ഗ്രേസ് അനാട്ടമി, ഫിസിയോളജി, ഫാർമക്കോളജി, പത്തോളജി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്റോളജി. അപ്പോൾ ഈ അനാട്ടമി പഠിക്കാൻ, അനാട്ടമിക്ക് ഗ്രേസ് അനാട്ടമി എന്ന് പറയുന്ന 1000-ലധികം പേജുള്ള ഒരു ബൃഹത് ഗ്രന്ഥമുണ്ട്. ലോകത്തെവിടെയും ഏറ്റവും ആധികാരിക ഗ്രന്ഥമാണ് ഗ്രേസ് അനാട്ടമി. അത് പഠിച്ചാൽ ഒരു MBBS വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും നോക്കേണ്ട. അതുപോലെ ഫിസിയോളജിയിൽ ഗൈറ്റൺ, അതാണ് ലോകം മുഴുവൻ റെഫർ ചെയ്യപ്പെടുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം. ഫിസിയോളജിയിൽ ഗൈറ്റൺ പഠിച്ചാൽ നമുക്ക് പിന്നെ മറ്റൊന്നും, ഒരു MBBS വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പുസ്തകങ്ങളിലേക്ക് തിരിയേണ്ടതില്ല. അതേപോലെ തന്നെയാണ് ബയോകെമിസ്ട്രിയും ഫാർമക്കോളജിയും ഒക്കെ MBBS വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു MA ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മലബാർ കലാപത്തിന്റെ 100ാം വാർഷികം ആഗതമാവുകയാണ്. മലബാർ കലാപത്തെ കുറിച്ച് ഇന്നോളം 100-ൽ പരം ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. KN പണിക്കർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റീഫൻ ഡെയിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ M ഗംഗാധരൻ എഴുതിയിട്ടുണ്ട്, മാധവൻ നായർ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മദത്തൻ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുണ്ട്, അങ്ങനെ സൗമ്യേന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുണ്ട്, ധനകര എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും എത്രയോ ഗവേഷണ പ്രബന്ധങ്ങളും എത്രയോ പുസ്തകങ്ങളും വ്യത്യസ്ത വീക്ഷണ കോണിൽ, മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ, നോൺ മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ, നാഷണലിസ്റ്റ് ദേശീയവാദ ചരിത്ര വീക്ഷണത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ വീക്ഷണത്തിൽ
ഒക്കെ മലബാർ കലാപത്തെ പഠിച്ചവരുണ്ട്, എഴുതിയവരുണ്ട്. അപ്പോൾ എനിക്ക് 1ാം വർഷം MBBS പഠിക്കുമ്പോൾ ഗ്രേസ് അനാട്ടമി, ഗ്രേസിന്റെ ആ അനാട്ടമി എന്ന് പറയുന്ന ആ ബൃഹത് ഗ്രന്ഥം മാത്രം വായിച്ചാൽ മതിയെങ്കിൽ ചരിത്രം നന്നായി പഠിക്കേണ്ട, ചരിത്രത്തിൽ സവിശേഷ അവഗാഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ബിരുദാനന്തര ബിരുദ തലത്തിലുള്ള വിദ്യാർത്ഥികളെങ്കിലും ഈ മലബാർ കലാപത്തെ പറ്റി എഴുതപ്പെട്ട പല വ്യാഖ്യാനങ്ങൾ വായിക്കേണ്ടി വരും. KN പണിക്കർ വായിക്കേണ്ടി വരും, സ്റ്റീഫൻ ഡെയിലിനെ വായിക്കേണ്ടി വരും, പണ്ട് ഹിച്ച്കോക്ക് എഴുതിയത് വായിക്കേണ്ടി വരും, പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് TL സ്ട്രേഞ്ച് ഒക്കെ മലബാർ കലാപത്തെ പറ്റി എഴുതിയത് വായിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇങ്ങനെ പല വീക്ഷണകോണിൽ പല പരിപ്രേക്ഷ്യത്തിൽ എഴുതിയ ആളുകൾ വായിക്കേണ്ടി വരും. മിനിമം ഒരു MA വിദ്യാർത്ഥി 10 വ്യത്യസ്ത വീക്ഷണകോണിലുള്ള മലബാർ ചരിത്ര പുസ്തകങ്ങളെങ്കിലും പരിചയപ്പെടേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, നല്ല മാർക്ക് വാങ്ങാം. പക്ഷെ നിങ്ങളുടെ ചരിത്ര ബോധം, ചരിത്രത്തിന്റെ ആ സങ്കീർണതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് അതീവ സരളമായിരിക്കും അങ്ങനെ പരീക്ഷ എഴുതിയാൽ. ഞാൻ MAക്കും UGCക്കും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ആശ്രയിച്ച ലൈബ്രറി ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. MA-MO കോളേജിന്റെ ലൈബ്രറിയാണ്. അവിടെ അന്ന് പോലും ന്യൂ കൾച്ചറൽ ഹിസ്റ്ററി പോലുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. കൾച്ചറൽ ഹിസ്റ്ററി കഴിഞ്ഞ് ന്യൂ കൾച്ചറൽ ഹിസ്റ്ററി വന്നു. അപ്പൊ നല്ല സമ്പന്നമായ ഒരു ഗ്രന്ഥാലയം. ഒരു BA വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ, BA വിദ്യാർത്ഥികളെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സമ്പന്നമായ ഒരു ലൈബ്രറി നിങ്ങൾക്ക് അവിടെയുണ്ട്. ഞാൻ നിത്യേനയല്ല, ആഴ്ചയിൽ 1-2 തവണ അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുക്കുമായിരുന്നു. എന്നിട്ട് തിരിച്ചു കൊടുക്കും, പിന്നെയും പുസ്തകങ്ങൾ എടുക്കും. പിന്നെ MGSന്റെ വീട്ടിൽ പോകുമ്പോൾ ആഴ്ചയിൽ 5-6 പുസ്തകങ്ങൾ എടുക്കും. അങ്ങനെ പല പല കാഴ്ചപ്പാടുകൾ വായിച്ചിട്ടാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അതുകൊണ്ട് ചരിത്ര പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. വെറും ഡേറ്റും രാജാവിന്റെ യുദ്ധങ്ങളും മാത്രം പഠിക്കാൻ എളുപ്പമാണ്. അതല്ല ചരിത്രം. നിങ്ങൾ ഈ വർഷം മുതൽ പരിചയപ്പെടാൻ പോകുന്ന ചരിത്രം പഴയ ചരിത്രമല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചില പുതിയ പ്രവണതകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഏറ്റവും പുതിയ പ്രവണതകളാണ് നിങ്ങൾ BA MA തലങ്ങളിൽ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്പം ഇന്ത്യയിലൊക്കെ ഇപ്പൊ ജോലി ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു ഈ ഭംഗി വാക്കിന് വേണ്ടി പറയും, എല്ലാ തൊഴിലിനെയും മാനിക്കണം, എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നൊക്കെ നമ്മൾ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും എഴുതും. പക്ഷേ എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വം നമ്മൾ കൽപ്പിച്ച് നൽകാറുണ്ടോ? ഇല്ല. ഏത് തൊഴിലിനാണ് മഹത്വം കൽപ്പിച്ച് നൽകുന്നത് എന്ന് വെച്ചാൽ, വലിയ തോതിൽ സാമൂഹ്യ സേവനം നടത്തുന്ന തൊഴിലിനാണോ നമ്മൾ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വലിയ പദവി കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പാലിയേറ്റീവ് കെയർ, സാന്ത്വന ചികിത്സ പരിചരണ രംഗത്തെ ആ വളണ്ടിയർമാർക്കല്ലേ നമ്മൾ ഏറ്റവും അധികം മഹത്വവും പ്രാധാന്യവും കൊടുക്കേണ്ടത്? അല്ലല്ലോ. നമ്മൾ പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്നത് ഏറ്റവും അധികം കൂലി, ഏറ്റവും അധികം വരുമാനം കിട്ടുന്ന ജോലിക്കാണ്. അപ്പൊ ഇപ്പം അത് എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഡോക്ടറും അതുപോലെ തന്നെ UGC പ്രൊഫസർമാരും ഒക്കെയാണ് എന്ന ഒരു വകുപ്പുണ്ട്. അപ്പോൾ UGC വന്നതിന് ശേഷമാണ് കോളേജ് പ്രൊഫസർമാരുടെ ഒരു വിലയും നിലയും സമൂഹത്തിൽ കുറച്ചുകൂടി ഉയർന്നത്. അപ്പൊ അധ്യാപനം, ഇപ്പൊ ഒരു സ്കൂൾ മാഷുടെ അധ്യാപനം ഒരു മഹത്തായ സേവനമല്ലേ കോളേജ് അധ്യാപകരുടെ? അപ്പൊ ആ സേവനത്തിനനുസരിച്ച് സ്കൂൾ അധ്യാപകന് കിട്ടുന്ന ബഹുമാന്യത, ഒരു അത്ര ബഹുമാന്യത പിന്നെ സ്കൂൾ അധ്യാപകന് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടേത് ഓരോ തൊഴിലിനും ഇത് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതിന് കൂലി കൂടുതൽ കിട്ടുന്നു എന്നതാണ്. അപ്പൊ ചരിത്രത്തെ പറ്റിയുള്ള ഒരു അബദ്ധ ധാരണ എന്താ വെച്ചാൽ, വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം ഫ്രാൻസിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള എൻട്രൻസ് പരീക്ഷ 2 വിഷയങ്ങൾക്കാണ്. ഒന്ന് ഫിലോസഫി, 2 ഹിസ്റ്ററി. ഈ ഫിലോസഫി ഹിസ്റ്ററി എൻട്രൻസ് പരീക്ഷ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇക്കോൾ നോർമൽ സുപ്പീരിയർ
എന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഫ്രാൻസിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതണം. ഇന്ന് ലോക പ്രശസ്തനായ 1984 മരിച്ച മിഷേൽ ഫൂക്കോ, അദ്ദേഹം ഇന്ന് അന്നും ജീവിച്ചിരിക്കുന്ന കാലത്തും ഇന്നുമൊക്കെ ഏറ്റവും അധികം സൈറ്റ് ചെയ്യപ്പെടുന്ന ചിന്തകനാണ്. അദ്ദേഹം പോലും ആദ്യ തവണ ഇക്കോൾ നോർമൽ സുപ്പീരിയറിൽ എൻട്രൻസ് പരീക്ഷ കിട്ടാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഡോക്ടർമാരായിരുന്നു, സർജന്മാരായിരുന്നു. മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത് ഇദ്ദേഹത്തെ ഡോക്ടറാക്കാൻ ആയിരുന്നു. പക്ഷെ ഫൂക്കോ പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് പഠിക്കേണ്ടത് ഫിലോസഫിയാണ് എന്ന് പറഞ്ഞു. ആ ഇക്കോൾ നോർമൽ സുപ്പീരിയർ എന്ന ലോകത്തിലെ മഹത്തായ ആ സ്ഥാപനത്തിലേക്ക് പ്രവേശനം കിട്ടാൻ 1 വർഷം തീവ്രയത്ന പരിപാടി എന്നോണം അതിനിഷ്ഠയോടെ പഠിച്ചിട്ടാണ് ഫൂക്കോക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ ബിരുദ തലം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻട്രൻസ് ഉണ്ട്. ആ ബിരുദാനന്തര തലവും ഇതൊക്കെ പഠിക്കാൻ, ഗവേഷണവും. അപ്പോ അതിന് വീണ്ടും എൻട്രൻസ് എഴുതിയപ്പോൾ ആ എൻട്രൻസിൽ ആദ്യ തവണ പരാജയപ്പെട്ടു. 2ാം തവണ വീണ്ടും എഴുതിയിട്ടാണ് ഫൂക്കോ വീണ്ടും അവിടെ പ്രവേശനം നേടുന്നത്. പിന്നെ ഹിസ്റ്ററി, അവിടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ എൻട്രൻസ് പരീക്ഷകൾ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന് കൂടുതൽ അഭിരുചിയുള്ള, അതിന് കൂടുതൽ മാർക്കും കാര്യങ്ങളുമുള്ള കുട്ടികൾ അങ്ങോട്ട് പോകുന്നു എന്നർത്ഥം. അപ്പോൾ ജർമ്മനിയിൽ ഞാൻ പോയ രാജ്യമാണ്. ജർമ്മനിയിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന പ്രൊഫഷൻ ലോയറാണ്. നിയമ പഠനത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. കാരണം നല്ല അഭിഭാഷകർക്കും ന്യായാധിപന്മാർക്കും കിട്ടുന്ന കൂലി മറ്റുള്ളവരെക്കാൾ എത്രയോ അധികമാണ് ജർമ്മനിയിൽ, അമേരിക്കയിലും അതെ. അപ്പോ ഓരോ രാജ്യത്തും ഓരോ വിഷയത്തിനും പിന്നെ സ്ഥിരമായ ഒരു മൂല്യമോ പ്രാധാന്യമോ ഇല്ല. പണ്ടത്തെ വൈദ്യനെ ചൊല്ലൂടുമ്പോൾ ഇപ്പോഴത്തെ വൈദ്യന്റെ അടുത്ത് പോയി ബുക്ക് ചെയ്ത് കാത്തിരുന്ന് നമ്മൾ കെട്ടിക്കിടക്കും. അതാണ് മാറ്റം. ഒരു 150 കൊല്ലം കൊണ്ട് ഉണ്ടായ മാറ്റം. ഇപ്പോ ആദ്യ കാലഘട്ടത്തിൽ ഈ കോൾ സെന്ററിൽ ജോലി ചെയ്യുന്നതൊക്കെ എന്തായിരുന്നു? വലിയ നേട്ടമായി കരുതപ്പെട്ടിരുന്നു. കോൾ സെന്റർ, ഈ സൈബർ വിപ്ലവം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ കോൾ സെന്റർ അത്യാവശ്യം ഇംഗ്ലീഷും 10ാം ക്ലാസ്സും ഉണ്ടെങ്കിൽ ആർക്കും കിട്ടാവുന്ന ഒരു ജോലിയായിരുന്നു കോൾ സെന്റർ. 10ഓ 25ഓ 30ഓ അന്ന് കിട്ടുമായിരുന്നു, 10-25 വർഷം മുമ്പ്. അപ്പൊ കോൾ സെന്റർ ജോലി ആഘോഷിക്കപ്പെട്ടു. കോൾ സെന്റർ ജോലി എന്ന് പറഞ്ഞാൽ രാത്രി ചെയ്യേണ്ട ജോലിയാണ്. അമേരിക്കയിലെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇവിടെ നിന്ന് അവിടെ കസ്റ്റമേഴ്സ് വിളിക്കും, അവരുടെ ഹോട്ടൽ ബുക്ക് ചെയ്യുക, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഉറക്കമൊഴിച്ചുള്ള പണിയാണ്. അന്നൊക്കെ വലിയ നിലയും വിലയുമായിരുന്നു. ശരിക്കത് സൈബർ കൂലിപ്പണിയായിരുന്നു, സൈബർ കൂലി. കാരണം അമേരിക്കക്കാരത് ചെയ്യില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. ഇവിടെ ഉറക്കം വിളിച്ചാണെങ്കിലും ചെയ്യും. അമേരിക്കയിൽ കൊടുക്കുന്നതിന്റെ 10-1 കൂലി കൊടുത്താൽ മതി. അതിനെ നമ്മൾ കൊണ്ടാടി. ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ കൊണ്ടാടുന്നു. അതിന്റെ കാരണം എന്താണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ 24 മണിക്കൂറിൽ 18-20 മണിക്കൂർ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രൊജക്ട് പൂർത്തിയാക്കി 3-4 ലക്ഷം കയ്യിൽ വരുമ്പോൾ ആകെ കിട്ടുന്ന ഒഴിവ് ദിവസം ഞായറാഴ്ചയാണ്. അത് അവർ അടിച്ചു പൊളിക്കുന്നു. പല സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെയും വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. കാരണം ഭാര്യ രാവിലെ പോകുന്നു, ഭാര്യ വരുമ്പോൾ ഭർത്താവ് രാത്രി പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലാത്ത കേസുകളും ഉണ്ടെങ്കിലും. അപ്പോ ഞാൻ പറയുന്ന കാര്യം, ഇപ്പോ നമ്മള് പൊതുവെ സത്യം പോലെ പറയണമെന്നില്ല. ഇപ്പോ തൂപ്പുകാർ അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സ്, ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രത്യേക ജാതി വിഭാഗമാണ്, ഒരു താഴ്ന്ന ജാതി വിഭാഗമാണ് സ്കാവഞ്ചേഴ്സ്. ഈ മലം കോരുന്ന പരിപാടി ഇപ്പോഴും എടുക്കുന്നത്. ഈ സ്കാവഞ്ചേഴ്സ് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടതായത് എന്തുകൊണ്ടാണ്? അതിന്റെ സമൂഹശാസ്ത്രപരമായ വശമുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഇപ്പോഴും അങ്ങനെ തുടരുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ സാമൂഹ്യ ശാസ്ത്രപരമായി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഈ സ്കാവഞ്ചേഴ്സിന് ഓരോ നഗരത്തിലും ഒരു മുഖ്യ സ്കാവഞ്ചർ സൂപ്പർവൈസർ ആയി നിയമിക്കുന്നു. അതിന്റെ പ്രവൃത്തി പരിചയം 10 കൊല്ലം സ്കാവഞ്ചിങ്, മലം കോരിയ പ്രവൃത്തി പരിചയമാണ് വേണ്ടത്. ഡിഗ്രിയോ ഒന്നും വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല. 10 കൊല്ലം അത് ഇന്റർവ്യൂ നടത്തുന്നു, എന്നിട്ട് നിയമിക്കപ്പെടുന്നു. അപ്പം ഓരോ ജില്ലയിലെയും മുഖ്യ സ്കാവഞ്ചിങ് സൂപ്പർവൈസർക്ക് 1 ലക്ഷം രൂപ ശമ്പളവും സർക്കാർ വക ക്വാർട്ടേഴ്സും കാറും കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ജോലി കിട്ടാൻ ഇവിടെ എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടാവും.
ആ ജോലിയിൽ ആ എൻട്രൻസ് പരീക്ഷകളിൽ വിജയിച്ച വ്യക്തികളെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ തേടി ടി വിക്കാരും പത്രക്കാരും വരും. അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധ്യമായി? അപ്പോൾ ഇപ്പോഴത്തെ സിവിൽ സർവീസ് വിജയികളെ പോലെ പറയും, ഞാൻ 5ാം ക്ലാസ് മുതലേ ഇന്ന കളക്ടർ കണ്ടിട്ടുണ്ട്, ഇന്ന ആളെ കണ്ടിട്ടുണ്ട്, ഞാൻ 5ാം ക്ലാസ് മുതലേ സ്വപ്നം കണ്ടതാണ്. അവരും പറയും, ഈ പരീക്ഷ പാസ്സായവരും പറയും, ഞാൻ ഹൈസ്കൂൾ തലം മുതലേ ഈ പദവിക്ക് വേണ്ടി യത്നിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ കൂലി കൂടുമ്പോൾ സ്കാവെഞ്ചിങ്ങിന്റെ മഹത്വം കൂടുന്നതായി നാം കാണും. അപ്പൊ ഒരു ജോലിയും നിത്യഹരിത നായികയോ നിത്യഹരിത നായകനോ അല്ല. ഇന്ന് വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ജോലി നാളെ അപ്രസക്തമാകും. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ റവല്യൂഷനും ആൽഗോരിതംസും ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 10 - 25 വർഷം കഴിഞ്ഞാൽ ഇന്നുള്ളതിന്റെ 100-1 അധ്യാപകർ വേണ്ട, ഇന്നുള്ളതിന്റെ 100-1 സർജന്മാർ വേണ്ട, അനസ്തേഷ്യ കൊടുക്കുന്ന വിദഗ്ധരുണ്ടല്ലോ, അവരെ വേണ്ട. സർജറികളൊക്കെ റോബോട്ടുകൾ നടത്തുന്ന കാലമാണ് വരാൻ പോകുന്നത്. അപ്പോ ഏതാണ്ട് 2050 ആകുമ്പോൾ ഇന്ന് നാം കാണുന്ന പല ജോലികളും അപ്രത്യക്ഷമാവുകയും പുതിയ ജോലികൾ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ജോലിക്കും അതിൻ്റെതായിട്ട് ഒരു സ്ഥിര മഹത്വം, സ്ഥിര പ്രാധാന്യം, സ്ഥിരത ഇല്ല. ചില ജോലികൾ പാടെ ചരിത്രത്തിലേക്ക് മാഞ്ഞു പോകും. അതോടൊപ്പം തന്നെ പുതിയ ജോലികൾ ആവിർഭവിക്കുകയും ചെയ്യും. ഇത്രയും ഞാൻ പറഞ്ഞത് ചരിത്രത്തിന്റെ ഈ ഓരോ പുതിയ മേഖലകളെ കുറിച്ചും നിങ്ങൾ പരിചയപ്പെടാം. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ്. നമ്മളിപ്പോ മിൻറ്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മോണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നത്. യൂറോപ്പിൽ 70കളിൽ തന്നെ മൈക്രോ ഹിസ്റ്ററി, സൂക്ഷ്മ ചരിത്രം എന്ന ഒരു ശാഖ ഉണ്ടായിരുന്നു, തുടങ്ങിയിരുന്നു. ഇറ്റലിയിലാണ് അതിന്റെ ഉത്ഭവം. ഇപ്പോ കാർലോ ജെൻസ്ബർഗ്, ലെവി തുടങ്ങിയവരാണ് അതിന്റെ ഉപജ്ഞാതാക്കൾ. അപ്പൊ അതിൽ മൈക്രോ ഹിസ്റ്ററി എന്നുള്ള സൂക്ഷ്മ ചരിത്രം, നമ്മൾ പഠിക്കുന്ന കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ ലോക ചരിത്രം ഒക്കെ സ്ഥൂല ചരിത്രമാണ്, മാക്രോ ഹിസ്റ്ററിയാണ്. കേരള ചരിത്രം പോലും എന്താണ്, റീജിയണൽ ഹിസ്റ്ററി അല്ല, അത് മാക്രോ ഹിസ്റ്ററിയാണ്. നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ലോക്കൽ ഹിസ്റ്ററി ആണ്. അപ്പൊ ലോക്കൽ ഹിസ്റ്ററിയും മൈക്രോ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. അത് കുറച്ച് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കാലിറ്റിയെ പറ്റിയുള്ള, ആ ലൊക്കാലിറ്റിയിൽ 19 വർഷം കൊണ്ടുണ്ടായ അല്ലെങ്കിൽ 100 വർഷം കൊണ്ടുണ്ടായ സോഷ്യോ ഇക്കണോമിക് കൾച്ചറൽ ചേഞ്ചസിനെ മൊത്തം ആവിഷ്കരിക്കുന്ന, ആ ലൊക്കാലിറ്റിയെ മൊത്തത്തിലുള്ള മൈക്രോ ലെവലുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പഠനശാഖയാണ്. അപ്പോൾ മൈക്രോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇൻഡിവിജ്വലിനെ കുറിച്ചോ, ഒരു പ്രത്യേക ഇവന്റിനെ കുറിച്ചോ, ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ, ഒരു പ്രത്യേക ടൈമിൽ, ഒരു മൊമെന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയത്തിൽ വെച്ച് പഠിക്കുന്നതാണ് മൈക്രോ ഹിസ്റ്ററി. അപ്പോ അതിൽ ഈ ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സാധാരണക്കാർ, സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർ അല്ലെങ്കിൽ സമൂഹത്തിൽ അരുക്കാക്കപ്പെട്ടവർ, സമൂഹത്തിന് വേണ്ടാത്തവർ ഒക്കെ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവന്റ്സ്, സംഭവങ്ങളെ കുറിച്ച്, സമൂഹത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെടാതെ പോയ സംഭവങ്ങളെ കുറിച്ച് ഒക്കെ പഠിക്കുന്ന ഒരു ചരിത്ര വിജ്ഞാനീയ ശാഖയാണ് ഇറ്റലിയിൽ ഉത്ഭവിച്ച മൈക്രോ ഹിസ്റ്ററി. അതിൽ ചീസ് ആൻഡ് വോംസ് പോലുള്ള മെനോച്ചിയുടെ വിചാരണയും വധവും ഒക്കെ നടക്കുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആ ഗ്രന്ഥത്തിലേക്കല്ല ശ്രദ്ധ ക്ഷണിക്കുന്നത്. ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗേർ, ഫ്രഞ്ച് ഭാഷയിൽ അതിന്റെ ഉച്ചാരണം ഗേർ എന്നാണ്, സ്പെല്ലിംഗ് GUERRE, ഗ്യൂറെ എന്ന് നമ്മൾ വായിക്കും. മാർട്ടിൻ ഗേർ, ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗേർ, അതൊരു സംഭവ കഥയാണ്. ആ സംഭവ കഥ നറ്റാലിയ സിമോൺ ഡേവിസ് എന്ന അമേരിക്കൻ കനേഡിയൻ ചരിത്രകാരി ചരിത്രമാക്കി. എന്താണ് ആ കഥ? ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗേർ. മാർട്ടിൻ ഗേർ ഫ്രാൻസിനും സ്പെയിനിന്റെയും അതിർത്തിയിലുള്ള ബാസ്ക് എന്ന പട്ടണത്തിലെ നിവാസിയായിരുന്നു. അവിടെയായിരുന്നു അച്ഛനമ്മമാരോടൊപ്പം അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ബാല്യകാലത്ത് തന്നെ ബാസ്കിൽ നിന്ന് അദ്ദേഹം ഫ്രാൻസിലെ ആർട്ടിഗ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറി, ഫ്രാൻസിൽ തന്നെ. അപ്പൊ മാർട്ടിൻ ഗിയറിന് ഏതാണ്ട് 14 വയസ്സായപ്പോൾ അവര് അവിടുന്ന് താമസം മാറി
ഗേർ എന്ന ഒരു സർനെയിം സ്വീകരിച്ചു. മാറിയ താമസ സ്ഥലത്തെ സാഹചര്യങ്ങളുമായി നന്നായി പൊരുത്തപ്പെട്ടു. അവിടുത്തെ പ്രാദേശിക ഭാഷ പഠിച്ചു. സമൂഹവുമായി ഇണങ്ങിച്ചേർന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ 14-ാം വയസ്സിൽ മാർട്ടിൻ ഗെയറിന്റെ വിവാഹം നടന്നു. വിവാഹം കഴിച്ചത് ബെർട്രാൻഡ് റോൾസ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ സമ്പന്നമായ ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോ ഏതാണ്ട് 8 കൊല്ലം ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. 8ാമത്തെ കൊല്ലം ഒരു മകൻ ജനിച്ചു. അങ്ങനെ അച്ഛനുമായി എന്തോ കാര്യമല്ല, അച്ഛന്റെ ധാന്യം മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ അച്ഛനുമായി തെറ്റി ഈ മാർട്ടിൻ ഗെയർ നാടുവിടുകയാണ്. മാർട്ടിൻ ഗെയർ ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലേക്ക് പോകുന്നു. 1548 മധ്യകാലത്ത് 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇന്ന് നടക്കുക. 48 അദ്ദേഹം പോകുന്നു. ഏതാണ്ട് 8 വർഷക്കാലം മാർട്ടിൻ ഗെയറിനെ പറ്റി യാതൊരു വിവരവുമില്ല. 8-9 വർഷക്കാലം ഇദ്ദേഹം എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ മരിച്ചെന്നോ ഒന്നും അറിയാതെ മാർട്ടിൻ ഗെയറിന്റെ ഭാര്യ ബെർട്രൻഡ് അവിടെ നിൽക്കുന്നു. കാനൺ നിയമം അനുസരിച്ച്, ക്രിസ്ത്യൻ വിവാഹ നിയമം അനുസരിച്ച് ഈ ബെർട്രൻഡിന് മറ്റൊരു വിവാഹം കഴിക്കാനും പറ്റില്ല. കാരണം മാർട്ടിൻ ഗെയർ മരിച്ചോ ഇല്ലയോ എന്ന് തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പൊ 8-9 കൊല്ലം അദ്ദേഹം സ്പെയിനിലായിരുന്നു. അപ്പൊ മാർട്ടിൻ ഗെയർ സ്പെയിനിൽ ആദ്യം ഒരു പ്രഭുവിന്റെ സൈന്യത്തിൽ അംഗമായി ചേർന്നു. ഒരു കർദിനാളിന്റെ സൈന്യത്തിൽ അംഗമായി ചേർന്നു. അക്കാലത്ത് നിങ്ങൾക്കറിയാം, എല്ലാ പ്രഭുക്കന്മാർക്കും അവരവരുടെ സൈന്യമുണ്ട്. രാജാവിനുണ്ട്. രാജാവ് തന്നെ യുദ്ധകാലത്തൊക്കെ എല്ലാ പ്രഭുക്കന്മാരോടും തങ്ങളുടെ സൈന്യത്തെ നോബിൾസ് അയച്ചു തരാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ പെരുമാൾ പോലും അങ്ങനെയായിരുന്നു. ഓരോ നാടുവാഴിയോടും സൈന്യത്തെ അയച്ചു തരാൻ ആവശ്യപ്പെടും. അപ്പൊ ആ ഫ്യൂഡൽ കാലമാണ്. അങ്ങനെ സ്പെയിനിൽ പോയി കർദിനാളിന്റെ സൈന്യത്തിലും, എന്ന് വെച്ചാൽ മതപുരോഹിത നേതാവിന് പോലും സൈന്യമുണ്ട്, പ്രഭുക്കന്മാർക്കുണ്ട്. ഈ സൈന്യത്തിലൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു പ്രഭുവിന്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലിന് വലിയ തോതിൽ പരിക്ക് പറ്റി കാലിന്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ മാർട്ടിൻ ഗെയർ വന്നില്ല. അതേസമയം തന്നെ മാർട്ടിൻ ഗെയറിന്റെ താമസ സ്ഥലത്തിന് കുറച്ചപ്പുറമുള്ള മറ്റൊരു ഗ്രാമത്തിൽ മാർട്ടിൻ ഗെയറിനോട് രൂപസാദൃശ്യമുള്ള മറ്റൊരാളുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപനും ചൂതാട്ടക്കാരനും ആ രീതിയിൽ വളരെ മോശം ഇമേജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അർണൂഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അർണോൾഡ് അല്ല, ഫ്രഞ്ച് ഉച്ചാരണമാണ്. എന്താണെങ്കിലും ഒരാൾ. അപ്പോ ഈ മാർട്ടിൻ ഗെയറിനെ അറിയുന്നവർ ഈ ഗ്രാമത്തിലൂടെ പോയപ്പോൾ ഈ അർണൂഡിനെ കാണുകയും മാർട്ടിൻ ഗെയർ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് 2-3 തവണ പതിവായപ്പോൾ ഈ അർണൂഡ് തിരക്കി ആരാണ് ഈ മാർട്ടിൻ ഗെയർ. അപ്പൊ അവർ പറഞ്ഞു കൊടുത്തു, മാർട്ടിൻ ഗെയർ ഇങ്ങനെ കല്യാണം കഴിച്ചു, അതിസമ്പന്നയായ യുവതിയാണ് കല്യാണം കഴിച്ചത്, 8 കൊല്ലത്തിന് ശേഷം നാട് വിട്ടു, എന്ന് വെച്ചാൽ ഭാര്യയെ ഉപേക്ഷിച്ചു. കേൾക്കാമോ അജ്മൽ മാഷ്? കേൾക്കാമോ? കേൾക്കാം. ഭാര്യയെ, ഗ്രാമത്തെ, കുട്ടിയെ ഒക്കെ ഉപേക്ഷിച്ച് മാർട്ടിൻ ഗെയർ സ്പെയിനിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ആർണോട്ട് എന്ന വ്യക്തി അറിയുന്നു, സമ്പന്നയായ യുവതിയാണ്, വിധവയാണ് ഫലത്തിൽ. കാരണം വിധവയല്ല, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല ജീവിച്ചിരിപ്പുണ്ട് എന്ന്. അങ്ങനെ മാർട്ടിൻ ഗെയറിനോടുള്ള കുറച്ച് രൂപസാദൃശ്യവുമുണ്ട്. അങ്ങനെ ഈ വിദ്വാൻ മാർട്ടിൻ ഗെയറിന്റെ എല്ലാ ചുറ്റുപാടുകളും സ്വഭാവ പ്രകൃതങ്ങളും എല്ലാം, മാർട്ടിൻ ഗെയറിന്റെ കുടുംബ ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ദിക്കിൽ നിന്ന്, പലരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് ഒരു ദിവസം 1553 മാർട്ടിൻ ഗെയറിന്റെ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, ഞാനാണ് മാർട്ടിൻ ഗെയർ, ഞാനാണ് ബെർട്രൻഡിന്റെ ഭർത്താവ്. അപ്പൊ ബെർട്രൻഡും കുടുംബാംഗങ്ങളും ഒക്കെ വന്ന് ആകെ കൺഫ്യൂഷനായി. മാർട്ടിൻ ഗെയറിനോട് രൂപസാദൃശ്യം, പഴയ ചരിത്രങ്ങളൊക്കെ തത്ത പറയുന്നത് പോലെ പറയുന്നു. അപ്പോ കുറെ കാലം വിട്ടുനിന്നത് കൊണ്ടാവും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയും, അങ്ങനെ മാർട്ടിൻ ഗെയറിന്റെ യഥാർത്ഥ മാർട്ടിൻ ഗെയറിന്റെ ഭാര്യയോടൊപ്പം ഇമ്പോസ്റ്റർ
വേഷം എന്ന് വെച്ചാൽ ആള് മാറുക, ഞാനാണ് ഇയാൾ എന്ന് പറഞ്ഞ് താമസിക്കുകയും തുടങ്ങുന്നു. അപ്പം സിമോൺ ഡേവിസ്, നതാലിയ സിമോൺ ഡേവിസ് എഴുതുന്ന 1883 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അവർ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് ഈ ഭാര്യക്ക്, മാർട്ടിൻ ഗേറിന്റെ ഭാര്യക്ക് തുടക്കം മുതലേ എന്ന് വെച്ചാൽ മാർട്ടിൻ ഗേറുമായി ഈ വേഷപ്രച്ഛന്നനായി മാർട്ടിൻ ഗേർ എന്ന് അവകാശപ്പെട്ട് എത്തിയ ഈ കപട വേഷധാരി കപടനാണ്, ഫ്രോഡാണ് എന്ന് തുടക്കം മുതലേ മനസ്സിലായിരുന്നു യഥാർത്ഥ മാർട്ടിൻ ഗേറിന്റെ ഭാര്യക്ക് എന്നാണ് ഡേവിസ് പറയുന്നത്. എന്നിട്ടും പക്ഷെ അവരത് പുറത്തു പറഞ്ഞില്ല. കാരണം അദ്ദേഹം മാർട്ടിൻ ഗേറിന്റെ ഭാര്യയോടൊപ്പം താമസം തുടങ്ങി. ആ 3 കൊല്ലം താമസത്തിനിടയിൽ 2 കുട്ടികളുണ്ടായി. 2 കുട്ടികൾ. അങ്ങനെ മാർട്ടിൻ ഗേർ, ഈ വേഷപ്രച്ഛന്നനായ മാർട്ടിൻ ഗേർ എന്ത് ചെയ്തു? മാർട്ടിൻ ഗേർ അല്ല, അർണോട്ട് എന്ന് വെച്ചാൽ ബാസ്കിലെ പൈതൃക ഹലോ, യഥാർത്ഥ മാർട്ടിൻ ഗേറിന്റെ ഭാര്യ ആദ്യമൊന്നും തയ്യാറായില്ല. അങ്ങനെ പറഞ്ഞ് ആ ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിച്ചാണ്. ഇത് മാർട്ടിൻ ഗേറല്ല, നിന്നെ പറ്റിക്കുകയാണ്, നീ മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സോടെയാണ് മൊഴി കൊടുക്കാൻ തുനിഞ്ഞത്. അങ്ങനെ കീഴ്ക്കോടതി അദ്ദേഹത്തെ ശിരച്ഛേദം ബിഹഡ് ചെയ്യാൻ വിധിച്ചു. മാർട്ടിൻ ഗേർ, ഈ വേഷപ്രച്ഛന്നനായ വ്യാജ മാർട്ടിൻ ഗേർ എങ്ങോട്ട് പോയി? മേൽക്കോടതിയിലേക്ക് പോയി. മേൽക്കോടതിയിലും സാക്ഷി വിസ്താരങ്ങൾ നടന്നു. ഏതാണ്ട് 150ഓളം സാക്ഷികൾ. പകുതി പേർ ഇയാൾ ഫ്രോഡാണെന്നും പകുതി പേർ ഇയാൾ യഥാർത്ഥ മാർട്ടിൻ ഗേർ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥ മാർട്ടിൻ ഗേർ, കാല് മുറിച്ചു മാറ്റപ്പെട്ട മാർട്ടിൻ ഗേർ കോടതിയിലേക്ക് എത്തുകയാണ്. കോടതിയിലെത്തി പറയുന്നു, ഞാനാണ് മാർട്ടിൻ ഗേർ, എൻ്റെ കാല് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ യഥാർത്ഥ മാർട്ടിൻ ഗേറിനെ കണ്ടപ്പോൾ ഭാര്യക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും മാർട്ടിൻ ഗേറിന് 4 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കും നാട്ടുകാർക്കും ഗ്രാമീണർക്കും മനസ്സിലായി, ഇതാണ് യഥാർത്ഥ മാർട്ടിൻ ഗേർ. മറ്റവൻ വ്യാജനാണ്, ഫ്രോഡാണ്. പക്ഷെ ഓൾറെഡി 2 കുട്ടികളൊക്കെ ആയി. കോടതി വിധിച്ചു തൂക്കിക്കൊല്ലണം. എവിടെ? മാർട്ടിൻ ഗേറിന്റെ യഥാർത്ഥ മാർട്ടിൻ ഗേറിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് തൂക്കിക്കൊല്ലണം. അങ്ങനെ 1560 ഈ വ്യാജ മാർട്ടിൻ ഗേറിനെ തൂക്കിക്കൊന്നു. ഇതാണ് സംഭവം. ഈ സംഭവം എങ്ങനെ ചരിത്രമാവും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇതിനെപ്പറ്റി ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗേർ എന്ന പുസ്തകം മാത്രമല്ല, ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗേർ എന്ന ലോക പ്രശസ്ത സിനിമ ഇറങ്ങി. ഇതിനെപ്പറ്റി ഗംഭീരമായ നാടകങ്ങൾ ഉണ്ടായി. ഇതിനെപ്പറ്റി കവിതകൾ ഉണ്ടായി. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? അപ്പൊ ആ മാർട്ടിൻ ഗേർ സംഭവത്തിലൂടെ, ദ റിട്ടേൺ ഓഫ് മാർട്ടിൻ ഗേർ, മാർട്ടിൻ ഗേറിന്റെ തിരിച്ചുവരവ് എന്ന ആ ഒരു 16-ാം നൂറ്റാണ്ടിലെ പല യുദ്ധങ്ങളും പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ചരിത്രകാരന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പിൽക്കാലത്ത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ വന്ന ചരിത്രകാരന്മാരെ സംബന്ധിച്ച് അതൊന്നും ചരിത്രമല്ല എന്നായിരുന്നു. അപ്പൊ അതിലൂടെ, ആ സംഭവത്തിലൂടെ ഫ്രാൻസിലെ അക്കാലത്തെ ആ വില്ലേജിലെ ആ ഗ്രാമത്തിലെ സോഷ്യൽ ലൈഫ്, ആ കൾച്ചറൽ ലൈഫ്, റിലീജിയസ് ആംബിയൻസ്, റിലീജിയസ് ലൈഫ്, ഇതൊക്കെയുള്ള ആ സാംസ്കാരിക മത സമൂഹ ഭൂമിക അനാവരണം ചെയ്യുകയാണ് സീമോൺ ഡേവിസ് ചെയ്തത്. ഇതാണ് മൈക്രോ ഹിസ്റ്ററി. ഇപ്പോ ലിയോപോൾഡ് വോൺ റാങ്ക് എന്ന് പറയും, റാങ്ക് RANKE,
അദ്ദേഹമൊക്കെ പറഞ്ഞത് എന്താണ്? ഈ ഇതൊന്നും പൊളിറ്റിക്കൽ ഹിസ്റ്ററി, രാഷ്ട്രീയ ചരിത്രം മാത്രമാണ് യഥാർത്ഥ ചരിത്രം. ബാക്കിയെല്ലാം എന്താണ്? ചരിത്രമല്ല. ഓൾ ഹിസ്റ്ററി ഈസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. മറ്റൊരാൾ പറഞ്ഞു പാസ്റ്റ് പൊളിറ്റിക്സ് ഈസ് പ്രസന്റ് ഹിസ്റ്ററി ആൻഡ് പ്രസന്റ് പൊളിറ്റിക്സ് ഈസ് ഫ്യൂച്ചർ ഹിസ്റ്ററി. അപ്പൊ ചരിത്രം എന്നാൽ എന്തായിരുന്നു? 19-ാം നൂറ്റാണ്ടിലെ ബെർലിൻ റവല്യൂഷന്റെയും റാംഗിയൻ സ്കൂളിന്റെയും ഒക്കെ ധാരണ ചരിത്രത്തിന്റെ നടുത്തളം രാഷ്ട്രീയമാണ്, യുദ്ധമാണ്, മിലിറ്ററി, ഡിപ്ലോമാറ്റിക്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1929 തന്നെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ നടുത്തളത്തിൽ നിന്ന്, നടുമുറ്റത്ത് നിന്ന് ചവിട്ടി പുറത്താക്കിയ ഒരു കൂട്ടരുണ്ടായിരുന്നു. അനാൾസ് സ്കൂൾ, അനാൾസ് മൂവ്മെന്റ് എന്നും പറയും. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അനാൾസ് മൂവ്മെന്റ് 1929 അനാൾസ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി എന്ന ജേണലിന്റെ പ്രസിദ്ധീകരണത്തോടെ 1929 ജനുവരി 1 ആരംഭിച്ച ഒരു ഫ്രഞ്ച് ചരിത്ര പ്രസ്ഥാനമാണ്, ചരിത്ര സ്കൂളാണ് അനാൾസ് സ്കൂൾ. അതിന് നമ്മൾ ഫ്രഞ്ച് ഹിസ്റ്റോറിക്കൽ റവല്യൂഷൻ എന്ന് പീറ്റർ ബർക്ക് ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സവിശേഷത? ഇതിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അനാൾസ് ഹിസ്റ്റോറിയൻസ് സ്കൂളിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത് മാർക്ക് ബ്ലോക്ക് ആൻഡ് ഫെർണാണ്ട് ബ്രൗദൽ അല്ല, മാർക്ക് ബ്ലോക്ക് ആൻഡ് ലൂസിയൻ ഫെവ്രെ, ഇവർ രണ്ടുപേരായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ 2ാം തലമുറയിൽപ്പെട്ട ഫെർണാണ്ട് ബ്രൗദേൽ ആയിരുന്നു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനാൾസ് പ്രസ്ഥാനത്തിന്റെ, അനാൾസ് സ്കൂളിന്റെ മുഖ്യ സവിശേഷത എന്തായിരുന്നു വെച്ചാൽ, അവര് ചരിത്രത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കി എന്ന് പറയാൻ എന്താണ് കാരണം? അതുവരെ ചരിത്രത്തിൽ പരമപ്രധാനമായിരുന്ന ചരിത്രത്തിന്റെ മർമ്മമായി മിക്ക ചരിത്രകാരന്മാരും കണക്കാക്കിയിരുന്ന രാഷ്ട്രീയ ചരിത്രത്തെ അവർ ചവിട്ടി പുറത്താക്കി എന്ന് തന്നെ പറയാം. അവർ അരികിലേക്ക് തള്ളി. അപ്പൊ രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി ഫെർണാണ്ട് ബ്രൗദേൽ പറഞ്ഞ പ്രശസ്ത വാചകമുണ്ട്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓർ ഹിസ്റ്ററി ഓഫ് ഇവന്റ്സ്, സംഭവങ്ങളുടെ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി is just like a bubble on the surface of the sea. രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞാൽ സമുദ്രോപരിതലത്തിലെ വെറും ഒരു കുമിളയാണ്. അത് പൊട്ടും, വീണ്ടും ഉണ്ടാവും, പൊട്ടും. രാഷ്ട്രീയ ചരിത്രം ക്ഷണികമാണ്. അത് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മൊത്തം, നെഹ്റു കുറെ കാലം 64 വരെ, പിന്നെ ഗുൽസാരി ലാൽ നന്ദ, പിന്നെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട്, പിന്നെ ശാസ്ത്രി, പിന്നെ ആക്ടിംഗ് ഗുൽസാരി ലാൽ നന്ദ, പിന്നെ ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, പിന്നെ ഇന്ദിരാഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു, IK ഗുജറാൾ, ദേവഗൌഡ, ഷടപടാന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേത് രാഷ്ട്രീയ ചരിത്രം ക്ഷണികമാണ്. അപ്പോ ഇത് അനാലിസിസ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞത്, ഞങ്ങളുടെ അജണ്ട എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് അനലിറ്റിക്കൽ ഹിസ്റ്ററി. പ്രോബ്ലം ഓറിയന്റഡ്, പ്രശ്നാധിഷ്ഠിതമായ, വിശകലനാത്മകമായ അല്ലെങ്കിൽ അപഗ്രഥനാത്മകമായ ചരിത്രം. അതുകൊണ്ടാണ് ലൂസിയൻ ഫെവ്രെ എന്ന് പറയുന്ന അനാലിസിസ് സ്കൂളിന്റെ, നിങ്ങൾക്ക് ഇക്കൊല്ലം പഠിക്കാനുള്ള അനാലിസിസ് സ്കൂളിന്റെ സ്ഥാപകൻ, അദ്ദേഹം പറഞ്ഞത് നോ പ്രോബ്ലം നോ ഹിസ്റ്ററി എന്നാണ്. പ്രശ്നമില്ലെങ്കിൽ ചരിത്രമില്ല. അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ, വിദേശത്താണെങ്കിൽ, പ്രത്യേകിച്ച് സ്വദേശത്ത് നല്ല സർവകലാശാലകളിലും, ആദ്യം നിങ്ങളോട് റിസർച്ച് സൂപ്പർവൈസർ, നിങ്ങളുടെ ഗൈഡ് എന്ന് പറയുന്ന സൂപ്പർവൈസർ ആദ്യം ചോദിക്കുക, വാട്ട് ഇസ് യുവർ പ്രോബ്ലം എന്നായിരിക്കും. ഹി മീൻസ് ഓർ ഷീ മീൻസ് ബൈ ദാറ്റ്, വാട്ട് ഈസ് യുവർ ഹിസ്റ്റോറിക്കൽ പ്രോബ്ലം? ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യേണ്ടത്? ഏത് പ്രോബ്ലത്തെയാണ് നിങ്ങൾക്ക് പുതിയ രീതിയിൽ സമീപിക്കേണ്ടത്? ഏത് പ്രോബ്ലത്തെയാണ് നിങ്ങൾക്ക് പുതിയ രീതിയിൽ സമീപിച്ച് പുതിയ വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്? ഇതൊക്കെയാണ് വാസ്തവത്തിൽ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പല ഗവേഷക വിദ്യാർത്ഥികളും ഒരു പ്രോബ്ലവും കയ്യിലില്ലാതെയാണ് പലപ്പോഴും റിസർച്ച് സൂപ്പർവൈസേഴ്സിന്റെ അടുത്ത് പോകാറുള്ളത്. അത് മാഷന്നെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറയും. അതല്ല, നിങ്ങൾ MA തലം കഴിയുമ്പോൾ എങ്കിലും നന്നായി വായന നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം മനസ്സിലുണ്ടാവും. ഒരു പ്രോബ്ലം കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ പുലപ്പേടി, പറപ്പേടി, മണ്ണാപ്പേടി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പുലപ്പേടി?
ഇപ്പോ നായർ സ്ത്രീകൾക്ക് ഒരു കാർത്തിക മാസത്തിൽ, വർഷത്തിലെ ഏതോ ഒരു പ്രത്യേക മാസത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ നായർ സ്ത്രീകൾ പരപുരുഷ സാമീപ്യമില്ലാതെ, പരപുരുഷനല്ല, ഈ കുടുംബത്തിലെ പുരുഷനോടൊപ്പം അല്ലാതെ ഒറ്റക്ക് ഇറങ്ങുകയും അങ്ങനെ പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും പുലയനോ പറയനോ മണ്ണാനോ കണ്ടാൽ, അല്ലെ കണ്ടാൽ മാത്രമല്ല ഒരു കല്ലുകൊണ്ടോ വടി കൊണ്ടോ എറിഞ്ഞ് കൊള്ളിച്ചാൽ, ആ സ്ത്രീ പടിക്ക് പുറത്തായിരുന്നു മധ്യകാലത്ത്. ബർബോസ അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് വരെ ആ ഒരു ആചാരമുണ്ടായിരുന്നു. അപ്പൊ നായർ സ്ത്രീകൾ, നായന്മാർ എന്ന് വെച്ചാൽ അന്ന് ബ്രാഹ്മണ സഖ്യത്തിലൂടെ വലിയ തോതിൽ അധികാരവും സമ്പത്തും ആർജിച്ച സവർണ വിഭാഗമാണ്. സമൂഹത്തിലെ ഏറ്റവും ആധിപത്യം വഹിക്കുന്ന ശക്തികളുടെ സഹകാരികളാണ്. ആ വിഭാഗത്തിലെ സ്ത്രീകൾക്കാണ് ഒരു പുലയൻ കണ്ടാൽ, എന്നുവെച്ചാൽ നായർ പുരുഷനോടൊപ്പമല്ലാതെ വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു പുലയനോ പറയനോ മണ്ണാനോ കണ്ടാൽ അവർക്ക് കൊണ്ടുപോകാം ഈ നായർ സ്ത്രീയെ. ആ നായർ സ്ത്രീയെ പടിയടച്ച് പിണ്ടം വെക്കുന്നു, ബഹിഷ്കൃതയാവുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്രോബ്ലം നമുക്ക് ചോദിക്കാവുന്നത്, അക്കാലത്ത് ഏതെങ്കിലും പുലയനെയോ പറയനെയോ കൊന്നു തള്ളിയാൽ പോലും സവർണർ കൊന്നു തള്ളിയാൽ പോലും ആരും ചോദിക്കാനും പറയാനുമില്ലായിരുന്നു. അത്തരക്കാർക്കാണ് അവർ കണ്ടാൽ അവർക്ക് കൊണ്ടുപോകാം എന്ന ഒരു ഫ്യൂഡൽ കാലത്തൊരു നിയമം ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഇത്? അപ്പൊ ദാറ്റ് ഇസ് എ പ്രോബ്ലം. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അമേരിക്ക, ഇപ്പോഴത്തെ അമേരിക്ക അത്ര സ്ട്രോങ് അല്ല, ദുർബലമാണ്. ഇപ്പൊ പഴയ അമേരിക്ക അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ എടുക്കുക. അവർ പറയാണ് കൊല്ലത്തിൽ 5 ദിവസം ആർക്കും ഞങ്ങൾ ആക്രമിക്കാം, ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. കൊല്ലത്തിലെ ഈ ചില പ്രത്യേക ദിവസങ്ങളിൽ ഞങ്ങളെ സ്ത്രീകളെ ഒറ്റക്ക് കണ്ടാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന നിയമം, എന്ന ആചാരം. അപ്പോ അതൊരു ദാറ്റ് ഇസ് എ പ്രോബ്ലം. എന്തുകൊണ്ട്? അതിന് MGS, ഇളംകുളം, നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത PP സുധാകരൻ എന്ന് പറയുന്ന ആർട്സ് കോളേജിൽ ഉണ്ടായിരുന്ന അധ്യാപകൻ, അങ്ങനെ പലരും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയ വ്യാഖ്യാനം ഇളംകുളത്തിൻ്റെതല്ല, MGSൻ്റെതല്ല, ആരുടെ വ്യാഖ്യാനമാണ്? ഈ PP സുധാകരൻ മാഷുടെ വ്യാഖ്യാനം. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോ അവളൊരു തൻ്റെടിയാണ് എന്ന് നമ്മൾ പറയാറില്ലേ? അവളൊരു തൻ്റെടിയാണ്, തൻ്റെ ഇടമുള്ളവളാണ് തൻ്റെടി. മലയാള വാക്കുണ്ട് തൻ്റെടി, തൻ്റെടൻ എന്നുള്ള വാക്കുണ്ടോ? ഇല്ല. അഭിസാരിക എന്ന വാക്കുണ്ട്, അഭിസാരകൻ എന്ന വാക്കില്ല. അതിലൊക്കെ ഇപ്പൊ വാക്കിലും ഭാഷയിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല ചരിത്രവുമുണ്ട്. ചരിത്രത്തിന്റെ കറ പിടിച്ച രാഷ്ട്രീയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും വടുക്കൾ വീണ ഭാഷയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചെറ്റപ്പുര, അവനൊരു ചെറ്റയാണ്. ചെറ്റ എന്നു മുതലാണ് ഒരു തെറിപ്പദമായത്? ചെറ്റ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, അന്നത്തെ കർഷക തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്ന ചെറിയ വീടിനെയാണ്, ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ചെറിയ ഒറ്റമുറിയുള്ള നിസ്വർ താമസിച്ച വീടിനെയാണ് ചെറ്റ. അത് പിന്നീട് തെറിവാക്കായി മാറുന്നു. അപ്പൊ നായയെ സംബന്ധിച്ച് എത്രമാത്രം തെറികളുണ്ട്. നായയെ പോലെ ഇത്ര അധികം നമ്മോട് സ്നേഹം കാണിക്കുന്ന മറ്റൊരു ജന്തു ഉണ്ടോ? അതെങ്ങനെയാണ് തെറിവാക്കായി മാറുന്നത്? ഇതൊക്കെ ഈ തെറിയെ പറ്റി പോലും, ഈ തെറിയുടെ ഉത്ഭവത്തെ പറ്റി പോലും ഓരോ വാക്കും തെറിയായി മാറിയതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അങ്ങനത്തെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ന്യൂ കൾച്ചറൽ ഹിസ്റ്ററി നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. അത് മൊത്തം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ബിബ്ലിയോഗ്രഫി ഒന്ന് നോക്കുക. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളാണ് കഴിഞ്ഞ 10-25 വർഷത്തിനിടയിൽ ഇറങ്ങിയതെന്ന് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചരിത്രമുണ്ടോ? ഞാൻ ഈ ഒരു വെബിനാറിൽ നേരിട്ട് പറയാൻ ഞാൻ മടിക്കുന്ന, നിങ്ങൾ കേൾക്കാനും മടിക്കുന്ന ചില വിഷയങ്ങൾ പോലും അതിലുണ്ട്. വായിച്ചു നോക്കുക ബിബ്ലിയോഗ്രഫി, ഏതിനൊക്കെ പറ്റി ഒക്കെയാണ് ചരിത്രമുള്ളത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രോബ്ലം ഓറിയന്റഡ്, നോ പ്രോബ്ലം നോ ഹിസ്റ്ററി എന്ന് ആരാണ് പറഞ്ഞത്? ലൂസിയൻ ഫെവ്രെ.
അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊരു പ്രോബ്ലം കിട്ടുന്നു, ആ പ്രോബ്ലത്തെ നിങ്ങൾക്ക് മറ്റൊരു വീക്ഷണ കോണിലൂടെ നോക്കിക്കാണാം, മറ്റൊരു പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിക്കണ്ട് പുതിയൊരു വ്യാഖ്യാനം മുന്നോട്ട് വെക്കാം. അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് കൂടുതൽ വ്യാഖ്യാനക്ഷമത നൽകുന്ന കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം. അതും റിസർച്ചാണ്. പിന്നെ മൂന്നാമത് ഒരു ടൈപ്പ് റിസർച്ച് ഉള്ളത്, ഏതെങ്കിലും വലിയ പ്രോബ്ലത്തെ ഒരു വലിയ തിയറിയായി, ഇപ്പോൾ ആർണോൾഡ് ടോയൻബിയും കാൾ മാർക്സും സ്പെംഗ്ലറും ഒക്കെ ചെയ്തതുപോലെ ഒരു മെറ്റാ ഹിസ്റ്ററി, ഒരു വലിയ സിദ്ധാന്തമായി രൂപവൽക്കരിക്കുക. അത് കുറച്ചും കൂടി പണിയുള്ള പണിയാണ്. അപ്പം മിക്കവാറും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പുതിയ വ്യാഖ്യാനം, രണ്ടാം പടവിലുള്ള ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. അപ്പൊ ഇവർ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇവരാണ് ആദ്യമായി, പ്രത്യേകിച്ച് ഫെർണാണ്ട് ബ്രൗദൽ, ആദ്യമായി ചരിത്രത്തിന് ഒരു പുതിയ സമയ രീതി. അതുവരെ ചരിത്രത്തിന് രണ്ടു തരം സമയം, ലീനിയർ ടൈം, സൈക്ലിക്കൽ ടൈം. ലീനിയർ ടൈം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇന്നലെ, ഇന്ന്, നാളെ, അങ്ങനെ ഒരു നേർരേഖയിലുള്ള ചരിത്രമാണ്. സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ ജനനം, ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ അങ്ങനെ പോയി മരണം. അതുപോലെ എല്ലാ സിവിലൈസേഷനും കൾച്ചറിനും ഒക്കെ സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു ടൈമുണ്ട്. പക്ഷെ അനാലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇത് രണ്ടും നിരാകരിക്കുകയും പുതിയൊരു സമയ രീതി, സമയക്രമം ആവിഷ്കരിക്കുകയും ചെയ്തു. അതിനാണ് മൾട്ടി ലെയർഡ് ടൈം, അല്ലെങ്കിൽ 3 ലെയർഡ് ടൈം, 3 അടരുകളുള്ള സമയക്രമം. ഈ 3 അടരുകളും മൂന്ന് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ 3 അടരുകളും ചരിത്രപരമായി ചലനക്ഷമതയുള്ളതാണ്. ചിലത് ഇപ്പൊ 3 അടര് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ, ഇംഗ്ലീഷിൽ ലോങ് ഡ്യൂറി, ലോങ് ടേം ടൈം. അപ്പൊ ഈ ലോങ് ഡ്യൂറി എന്ന് പറഞ്ഞാൽ വളരെ കാലമെടുത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോ അതിനെ ജിയോഗ്രഫിക്കൽ ടൈം എന്നും പറയും. അപ്പോ അറബിക്കടൽ പണ്ട് എവിടെ വരെ ഉണ്ടായിരുന്നു? ചില ചരിത്രകാരന്മാരും ജിയോളജിസ്റ്റുകളും പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരം വരെ അറബിക്കടൽ ഒരു കാലത്തുണ്ടായിരുന്നു. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെയോ 1000 കൊല്ലം മുമ്പോ അല്ല, സംവത്സരങ്ങൾക്ക് മുമ്പ്. അതുപോലെ ഹിമാലയം സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ഹൈറ്റിന്റെ പകുതിയോളം പോലും ഉണ്ടായിരുന്നില്ല, ഹിമാലയം തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഇങ്ങനെ കൂട്ടിമുട്ടി, ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഈ കൈ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പം ഇങ്ങനെ മറ്റേ ഭാഗം ഇങ്ങനെ ഉയർന്നു വരും. അങ്ങനെ ഉയർന്നു വന്നതാണ് വാസ്തവത്തിൽ ഹിമാലയം. എല്ലാ വർഷവും ഹിമാലയം 1 സെന്റിമീറ്റർ ഉയരുന്നുണ്ട്. ഹിമാലയം ഇല്ലാത്ത ആ കാലത്തെ കാലാവസ്ഥയും ഹിമാലയം ഇപ്പോൾ ഉള്ള കാലാവസ്ഥയും തമ്മിൽ ഗണ്യമായ വ്യത്യാസമില്ലേ? ആ വ്യത്യാസം ജീവജാലങ്ങളുടെ ജീവിതത്തിൽ, മനുഷ്യരടക്കമുള്ള ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലേ? അപ്പൊ മനുഷ്യരുണ്ടായിട്ട് അത്ര കാലമൊന്നും ആയിട്ടില്ല. ഏറ്റവും പുതിയ ജീവി മനുഷ്യനാണ്. ബാക്കി പാറ്റയും ഓന്തും ഈച്ചയും ഒക്കെ നമ്മളെക്കാൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ആളുകളാണ്. നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗം ലോകത്തെ ഏറ്റവും പുതിയവരാണ്. ഈ പുതിയ ജീവിവർഗമാണ് ഈ ലോകത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പോ ഇവര് പറയുന്നത് ഫസ്റ്റ്, ഏറ്റവും അടിത്തട്ടിലുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ലോങ് ടേം ടൈം, ലോങ് ഡ്യൂറി, അല്ലെങ്കിൽ അതിന് ജിയോഗ്രഫിക്കൽ ടൈം, ജിയോളജിക്കൽ ടൈം എന്ന് പറയും. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റേഷനറി ടൈം. നിശ്ചലമാണ്. കാരണം ഹിമാലയത്തിന്റെ എവറസ്റ്റിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ, എവറസ്റ്റ് എല്ലാ വർഷവും 1 സെന്റിമീറ്റർ വളരുന്നുണ്ട്. അത് നോക്കി ഇന്നത് കാണാൻ പറ്റുമോ? ആ എവറസ്റ്റ് വളരുന്നതിനനുസരിച്ചുള്ള കാലാവസ്ഥാ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇപ്പോ റെഡ് സീ, ചെങ്കടൽ, എല്ലാ വർഷവും 4-5 സെന്റിമീറ്റർ വറ്റുന്നുണ്ട്. ഇപ്പൊ ചെങ്കടലിന് അടുത്ത് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്നിട്ട് ചെങ്കടൽ വറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ ചെങ്കടൽ വറ്റുന്നത് കാണാൻ പറ്റുമോ? അത് അനേകായിരം വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത്രത്തോളം വറ്റിയത്. അതുകൊണ്ടാണ് അതിൽ ഇത്രയധികം ഉപ്പ്. അതുകൊണ്ടാണ് അവിടെ മുങ്ങിപ്പോവാത്തത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അവിടെ മുങ്ങല്ല, എല്ലാവരും എന്തും പൊങ്ങി കിടക്കുന്ന അവസ്ഥ വരും. അപ്പൊ അത് വറ്റും. അപ്പൊ ചെങ്കടൽ വറ്റും. അപ്പൊ അറബിക്കടൽ പിന്മാറും. കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ തുടരുകയാണെങ്കിൽ കടൽ നിരപ്പ് ഉയർന്ന് മാൽദീവ്സും പല തീരദേശ പട്ടണങ്ങളും വെള്ളത്തിനടിയിലാവും. നാളെ ആവുമെന്ന് വെച്ചാൽ ആവില്ല. അതിന് സയന്റിസ്റ്റുകൾ പറയുന്നത് ഒരു 100 കൊല്ലം കൊണ്ട് ചിലപ്പോൾ മാൽദീവ്സും അങ്ങനത്തെ ലക്ഷദ്വീപും ഒക്കെ വെള്ളത്തിനടിയിലാവാം. അപ്പോൾ ഇതൊക്കെ വളരെ സ്ലോ ആയിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്.
മറ്റൊരു ലെയർ ഉള്ളത് മീഡിയം ടേം ടൈമാണ്. അതിന് സോഷ്യോളജിക്കൽ ടൈം എന്നും പറയും. അതിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററിയാണ് അതിൽ വരുന്നത്. സാമൂഹിക സാമ്പത്തിക ചരിത്രം, സാമൂഹിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, അതൊക്കെ ഒരു മീഡിയം ടേമിൽ സംഭവിക്കുന്ന 10-50 കൊല്ലം കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഏറ്റവും മുകളിലുള്ള ടൈം എന്താണ്? പൊളിറ്റിക്കൽ ടൈം. അത് ഷോർട്ട് ടേം ടൈമാണ്. ഇപ്പോൾ ഇതിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് ഒരു തീർപ്പുമില്ല. ബീഹാറിൽ നിതീഷ് കുമാർ തെറിക്കുമോ തെറിക്കില്ലയോ ഇന്നോ നാളെയോ അറിയാം. അപ്പോ ഈ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആർ സോ ഫാസ്റ്റ്. അത്രയും ഫാസ്റ്റാണ്. അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, എഫിമറൽ ആണ്, ക്ഷണികമാണ്, നശ്വരമാണ്, അതിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഫെർണാൻഡ് ബ്രൗദലിന്റെ ഈ പുസ്തകത്തിന്റെ ഒരു പുസ്തകം, ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്നാണ്. അപ്പൊ മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. ഇപ്പൊ നോക്കൂ, ഇതിൽ തന്നെ ആ സമയക്രമമുണ്ട്. മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞാൽ ഭൂവിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയോഗ്രഫിക്കൽ ടൈം. മെഡിറ്ററേനിയൻ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിറ്ററേനിയൻ സൊസൈറ്റി. ദാറ്റ് ഡിനോട്ട്സ് സോഷ്യൽ ടൈം. ഫിലിപ്പ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്, രാജാവാണ്. ദാറ്റ് ഡിനോട്ട്സ് പൊളിറ്റിക്കൽ ടൈം. അപ്പോൾ ആ പുസ്തകത്തിന്റെ തലക്കെട്ടിൽ തന്നെ ഈ സമയക്രമം, മെഡിറ്ററേനിയൻ ജിയോഗ്രഫിക്കൽ ടൈം അല്ലെങ്കിൽ ലോങ് ടേം ടൈം, മെഡിറ്ററേനിയൻ വേൾഡ് ഈസ് മെഡിറ്ററേനിയൻ സൊസൈറ്റി, ഇക്കോണമി, ഇതൊക്കെ വരുന്നത് അത് മീഡിയം ടേം ടൈം അല്ലെങ്കിൽ സോഷ്യൽ ടൈം. ആൻഡ് ഫിലിപ്പ് സെക്കൻഡ് അന്നത്തെ സ്പെയിനിലെ രാജാവാണ്, അദ്ദേഹത്തിന്റെ സമയം പൊളിറ്റിക്കൽ ടൈം. ഏറ്റവും രസകരം, ഈ പുസ്തകത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശം, ഫെർണാൻഡ് ബ്രൗദൽ ഇത് ജർമ്മൻ ജയിലിൽ വെച്ചാണ് എഴുതിയത്. 2ാം ലോകമഹായുദ്ധ കാലത്ത് 5 കൊല്ലം ജയിലിലായിരുന്നു. ആ ജയിലിൽ വെച്ച് അതിനു മുമ്പ് നടത്തിയ റിസർച്ചുകളൊക്കെ ഓർത്തെടുത്ത്, അതിധിഷ്ണാശാലിയായിരുന്നു ബ്രൗദൽ. 90% ജയിലിൽ എഴുതിയ കൃതിയാണ്. അതിൽ 6 ലക്ഷത്തിലധികം വാക്കുകളുള്ള ബൃഹത് ഗ്രന്ഥമാണത്. അപ്പോ അതിനെപ്പറ്റിയുള്ള ഒരു വിമർശം, അത് വിമർശമായിട്ട് ആരും കണക്ക് കൂട്ടുന്നില്ലെങ്കിലും, ഇറ്റ് ഇസ് എ ഹിസ്റ്ററി വിതൗട്ട് പീപ്പിൾ. അത് ആളുകളില്ലാത്ത ചരിത്രമാണ്. ശരിയുമാണ്. അതിന്റെ ആദ്യത്തെ 400 പേജ് മുഴുവൻ ഡിവോട്ട് ചെയ്തിരിക്കുന്നത് മെഡിറ്ററേനിയൻ ലാൻഡ്സ്കേപ്പിനാണ്. മെഡിറ്ററേനിയൻ സീ, റിവേഴ്സ്, പ്ലെയിൻസ്, മൗണ്ടൻസ്, മെഡിറ്ററേനിയൻ ഫ്ലോറ, ഫൗന ഒക്കെയാണ്. അപ്പൊ ആദ്യത്തെ 100 പേജിൽ ഒരു മനുഷ്യ സ്പർശം പോലും ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. അവരാണ് ജിയോഗ്രഫിക്ക്, ഭൂമിശാസ്ത്രത്തിന് ചരിത്രത്തിലുള്ള നിർണായക പങ്കിനെ പറ്റി ആദ്യമായി ഒരു വ്യവഹാരം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഭൂമിശാസ്ത്ര ഘടകങ്ങൾക്ക് ചരിത്രത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ ചരിത്ര രൂപീകരണ പ്രക്രിയയിൽ വലിയ പങ്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളമാണ്. കേരളം നോക്കൂ, കേരളത്തിൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എല്ലാം ഉണ്ട്. ആദ്യമായി ക്രിസ്ത്യാനിറ്റി എത്തിയത് കേരളത്തിലാണ്, ആദ്യമായി ജൂതന്മാർ എത്തിയത് കേരളത്തിലാണ്, ആദ്യമായി ഇസ്ലാം എത്തിയതും. ഇപ്പോൾ എല്ലാവരും പണ്ടൊക്കെ പറഞ്ഞിരുന്ന ഇസ്ലാം എത്തിയത് 12ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. അല്ല, ഇസ്ലാം എന്ന് 7ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ആരംഭിച്ചോ ഏതാണ്ട് അക്കാലത്ത് തന്നെ എത്തിയതിന് തെളിവുണ്ട്. ഇപ്പൊ മാടായിപ്പള്ളിയിലെ ലിഖിതം വീണ്ടും പുനർവായിക്കപ്പെട്ടപ്പോൾ അത് MGS നാരായണനാവട്ടെ, വില്യം ലോഗനാവട്ടെ, അതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോയി നോക്കാതെ എഴുതിയതാണ്. അത് ഹിജ്റ ഇന്ന വർഷത്തിൽ 7ാം നൂറ്റാണ്ടിൽ തന്നെ ആ പള്ളി സ്ഥാപിക്കപ്പെട്ടതായി അന്നത്തെ കൂഫി അറബിയിൽ ലിഖിതമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത് സുസാധ്യവുമാണ്. കാരണം ഈ അറബികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളവുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അറബികൾ ഇസ്ലാം മതം സ്വീകരിച്ച ഈ അറബികൾ തന്നെയല്ലേ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അപ്പോ ഇസ്ലാം മതം ഇസ്ലാമിന് മുൻപുള്ള അറബികൾ തന്നെയാണ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച അറബികൾ. അവരാണ് പിന്നീട് വീണ്ടും കച്ചവടത്തിന് വരുന്നത്. അപ്പോൾ ഈ മൺസൂൺ കാറ്റ്, ഈ പാലസ് ആണ് കണ്ടുപിടിച്ചത്. ഈ പാലസിന് മുമ്പ് ഈ അറബികൾക്ക് ഈ മൺസൂൺ കാറ്റ് അറിയാം.
ഈ പാലസ് ഇപ്പൊ നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ക്രെഡിറ്റ് അങ്ങോട്ട് പോവാണ്. ന്യൂട്ടന് മുമ്പ് സംഗ്രാമ മാധവൻ, ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഇരിഞ്ഞാലക്കുടയിലെ സംഗ്രാമ മാധവൻ, ന്യൂട്ടൺ കണ്ടുപിടിച്ച പല തിയറികളും കണ്ടുപിടിച്ചിരുന്നു. ഇന്ന് വളരെ വൈകി അത് ഗീവർഗീസ് ജോർജ്, അത് മറ്റേ ഒരു ബുക്ക് ഉണ്ട്, പിന്നെ മയൂരശിഖ, DC ബുക്സ് പ്രസിദ്ധീകരിച്ച ക്രസ്റ്റ് ഓഫ് ദി പീക്കക്ക്, ഇപ്പോ അത് മാധവ ന്യൂട്ടൺ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പൂജ്യം ഇപ്പോ ബാഗ്ദാദ് നഗരം 1258 ഹുലാഗു ഖാന്റെ നേതൃത്വത്തിൽ നിലംപരിശ ആക്കിയപ്പോൾ, ഇപ്പൊ നമ്മൾ പല യുദ്ധങ്ങളും രണ്ടാം ലോകമായതൊക്കെ കണ്ടിട്ടുണ്ട്. ബാഗ്ദാദിന്റെ ആ സീജും ബാഗ്ദാദിൽ അവർ നടത്തിയ താണ്ഡവം ഒരു പക്ഷേ സ്റ്റാലിൻഗ്രാഡിലും അതുപോലെ തന്നെ അങ്ങനത്തെ ആധുനിക യുദ്ധങ്ങളിൽ നടക്കാത്തത്ര മഹാഭീകര നിഷ്ഠുര ബീഭത്സ താണ്ഡവമാണ് 1258 അവിടെ നടത്തിയത്. ദ ഹൗസ് ഓഫ് വിസ്ഡം, ഹാറൂൺ അൽ റഷീദ്. അബ്ബാസിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ, അത്യുന്നതമായ, സമ്പൽ സമൃദ്ധമായ ബാഗ്ദാദ് നഗരം എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരവും സമ്പൽ സമൃദ്ധവും വിജ്ഞാനദാഹികളുടെ, വിജ്ഞരുടെ, പണ്ഡിതരുടെ സംഗമ സ്ഥാനവുമായിരുന്നു. അങ്ങനെ ആണ് ആ ബാഗ്ദാദ് നഗരത്തിൽ വെച്ചാണ് ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് നാനാ മതസ്ഥരായ പണ്ഡിതരെ വിളിച്ചുകൂട്ടി ലാറ്റിനിലും ഗ്രീക്കിലും ഇന്ത്യൻ ഭാഷകളിലും സംസ്കൃതത്തിലും ഒക്കെ എഴുതിയ പരിഭാഷപ്പെടുത്തുന്നു. അങ്ങനെ ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും സുവർണ കാലം എന്ന് വിളിക്കാവുന്ന ഒരു കാലമായിരുന്നു ഇത്. ഇതാണ് ഈ മംഗോളിയന്മാർ എന്ന് പറയുന്ന നൊമാഡ്സ്. കുതിരപ്പുറത്ത് വന്ന് ഹുലാഗു ഖാൻ എന്ന് പറഞ്ഞ ചെങ്കിസ് ഖാന്റെ പൗത്രനാണ്, ഗ്രാൻഡ്സൺ. അങ്ങനെ അത് സീജ്, അത് ഉപരോധിക്കുന്നു, ഉപരോധം പൊളിക്കുന്നു, പിന്നീട് കൂട്ടക്കൊലയാണ്. എന്നിട്ട് ഈ ബുക്കുകളൊക്കെ കത്തിക്കുന്നു. അവർക്ക് മംഗോളിയന്മാർക്ക് എന്ത് ബുക്ക്, നൊമാഡ്സിന്, ആ ബുക്കുകളൊക്കെ ടൈഗ്രിസ് നദിയിൽ എറിയുന്നു. ടൈഗ്രിസ് നദിയിൽ തന്നെ കബന്ധങ്ങൾ എറിയുന്നു. ടൈഗ്രിസ് നദി ഒരേ സമയം ചുവപ്പും കറുപ്പുമായി. കറുപ്പ് എന്ന് വെച്ചാൽ ഈ ബുക്ക് എഴുതിയ അന്നത്തെ അച്ചടി മഷിയല്ല, നമ്മളെ പത്രങ്ങൾ അന്നും മഷി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ആ മഷി കലർന്ന് കറുപ്പും, കൊല ചെയ്യപ്പെട്ട ഈ ബാഗ്ദാദ് നഗരനിവാസികളുടെ ചോര കൊണ്ട് ചുവപ്പും ആയി. അതോടെയാണ് ഇസ്ലാമിന്റെ ഒരു ക്ഷയം ആരംഭിക്കുന്നത്. അക്കാലത്ത് ലോകത്തിന് മാതൃകയായിരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഈ അനാലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധയൂന്നി. അവർ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ഇന്റർ ഡിസിപ്ലിനാരിറ്റി, മൾട്ടി ഡിസിപ്ലിനാരിറ്റി, ക്രോസ് ഡിസിപ്ലിനാരിറ്റി, ട്രാൻസ് ഡിസിപ്ലിനാരിറ്റി, ഇങ്ങനെ ഒരുപാടെണ്ണം നിങ്ങൾ പരിചയപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ മൾട്ടി ഡിസിപ്ലിനാരിറ്റി ഉണ്ട്, ഇന്റർ ഡിസിപ്ലിനാരിറ്റി ഉണ്ട്, ട്രാൻസ് ഡിസിപ്ലിനാരിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ട്രാൻസ്, അതും ഇന്ററും തമ്മിലുള്ള വ്യത്യാസം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ചരിത്രം പഠിക്കുന്നു, അതേസമയം തന്നെ ഫിസിക്സും പഠിക്കുന്നു. അപ്പോൾ രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ എന്ന് നമ്മൾ അനുമാനിക്കുന്ന രണ്ട് വിഷയങ്ങൾ ഒരേ സമയം പഠിച്ച് അതിൽ നിന്ന് പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ് ഡിസിപ്ലിൻ. ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഏറ്റവും മനോഹരമായ, ഏറ്റവും ഗംഭീരമായ, ഏറ്റവും അർത്ഥപൂർണമായ നിർവചനം നൽകിയിട്ടുള്ളത് ഫ്രഞ്ച് ചിന്തകനായ റൊളാങ് ബാർത്താണ്. അപ്പം റൊളാങ് ബാർത്ത് ആദ്യഘട്ടത്തിൽ സ്ട്രക്ചറലിസ്റ്റ് ആയിരുന്നു, ഘടനാവാദിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഘടനാനന്തരവാദിയായി, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആയി മാറി. അതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഈ റൊളാങ് ബാർത്തിന്റെ ഒരു നിർവചനം ഉണ്ട്. എന്താണ് ഇന്റർ ഡിസിപ്ലിനാരിറ്റി? Interdisciplinary research is not to do interdisciplinary research is not to gather 2 or 3 disciplines around a subject. The ultimate product of or ultimate object of interdisciplinary research is actually an object, a product which belongs to none of these disciplines. അപ്പൊ നിങ്ങളൊരു വിഷയം ചരിത്രം എടുക്കുന്നു, അതിന് ചുറ്റും ഇക്കണോമിക്സ്, സൈക്കോളജി, ആന്ത്രോപോളജി എന്നീ 4 വിഷയങ്ങൾ അതിന് ചുറ്റും നിരത്തുന്നു. എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് 2 ഉൾക്കാഴ്ചകൾ എടുക്കുന്നു. അതല്ല ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റൊളാങ് ബാർത്ത് പറയുന്നത് അതൊക്കെ വേണം, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഇന്റർ ഡിസിപ്ലിനറി വിഷയാന്തരീയ സമീപനത്തിന്റെ
ഗവേഷണത്തിന്റെ ആത്യന്തിക ഉൽപ്പന്നം ഒരു പുതിയ വിഷയമാണ്, ഒബ്ജക്റ്റാണ്, ഡിസിപ്ലിനാണ്. ദാറ്റ് ബിലോങ്സ് ടു നോ വൺ. അത് നിങ്ങൾ നിൽക്കുന്ന തറയുണ്ടല്ലോ ചരിത്രം, അതോ ആയിരിക്കില്ല, അതുമായിരിക്കില്ല, നിങ്ങൾ കൺസൾട്ട് ചെയ്ത വിഷയങ്ങളുമായിരിക്കില്ല, മറ്റൊരു ഡിസിപ്ലിന്റെ രൂപത്തിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ അപൂർവമായി മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇന്റർ ഡിസിപ്ലിനാരിറ്റി മുഴുവൻ മൾട്ടി ഡിസിപ്ലിനാരിറ്റിയുടെ കൊട്ടയിലാണ് ശരിക്ക് ഇടേണ്ടത്. അത് വേറൊരു കാര്യം, അത് MA തലത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെയല്ലേ ട്രാൻസ് ഡിസിപ്ലിനറി, അതൊന്നും ഇവിടെ എത്തിയിട്ടേ ഇല്ല. അപ്പൊ അത് അങ്ങനെ. അപ്പൊ ഇന്റർ ഡിസിപ്ലിനാരിറ്റിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത ചരിത്ര കൂട്ടായ്മയായിരുന്നു ഈ അനാലിസിസ് സ്കൂൾ. അപ്പൊ അവരുടെ ജേർണലിന്റെ എഡിറ്റോറിയൽ ബോർഡ് നോക്കൂ. ഹിസ്റ്റോറിയൻസ് ഉണ്ട്, ജിയോഗ്രഫേഴ്സ് ഉണ്ട്, ഇക്കണോമിസ്റ്റുകൾ ഉണ്ട്, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ ഉണ്ട്, കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റുകൾ ഉണ്ട്. അങ്ങനത്തെ വ്യത്യസ്ത മണ്ഡലങ്ങളിലുള്ള ആളുകളുടെ എഡിറ്റോറിയൽ ബോർഡാണത്. ആ എഡിറ്റോറിയൽ ബോർഡിന്റെ സ്വഭാവം തന്നെ ഇവരുടെ വിഷയാന്തരീയ സമീപനത്തെ പ്രഘോഷിക്കുന്ന സമീപനം. പിന്നെ നേരത്തെ പറഞ്ഞ an altogether new concept of time. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 3 ലെയറുള്ള വ്യത്യസ്ത വേഗത്തിൽ സഞ്ചരിക്കുന്ന സമയം. ഏറ്റവും പൊടുന്നനെ ഷടപടാന്ന് സഞ്ചരിക്കുന്ന സമയം പൊളിറ്റിക്കൽ ടൈമാണ്, രാഷ്ട്രീയ സമയം. ഏറ്റവും സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന സമയം ജിയോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായ സമയമാണ്. അപ്പോൾ ഈ അനാലിസിസ് സ്കൂളിലെ മഹാഭൂരിഭാഗം ഹിസ്റ്റോറിയൻസും മാർക്സിസ്റ്റ് അപ്രോച്ച് അല്ല പിന്തുടർന്നത്. അവരിൽ ഒരു 95% അനാലിസിസ് ഹിസ്റ്റോറിയൻസും നോൺ മാർക്സിസ്റ്റ് അപ്രോച്ചാണ്. 1-2 ആളുകൾ, റോബർട്ട് മാൻഡ്രോ പോലുള്ള ആളുകൾ മാത്രമാണ് മാർക്സിസ്റ്റ് അപ്രോച്ച്. പിന്നെ അനാലിസിസ് ഹിസ്റ്റോറിയൻസിന്റെ മറ്റൊരു സവിശേഷത, അവരാരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ആധുനിക ചരിത്രത്തെ പറ്റി ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല. 1-ാം ലോകമഹായുദ്ധം, ഫാഷിസം, നാസിസം, 2-ാം ലോകമഹായുദ്ധം, അല്ലെങ്കിൽ ഈവൻ 19-ാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾ, ജർമ്മൻ യൂണിഫിക്കേഷൻ, ഇങ്ങനെയൊന്നുമില്ല. മധ്യകാല യൂറോപ്പ് മാത്രം, അതിൽ തന്നെ ഫ്രാൻസും ആ ഭാഗങ്ങളും ചേർന്ന ഭാഗങ്ങൾ മാത്രമായിരുന്നു അവരുടെ പഠന മേഖലകൾ. എന്തൊക്കെയായാലും അവരുടെ 3-ാം തലമുറ വളരെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളാണ് എഴുതിയത്. ഇപ്പൊ ബാല്യത്തിന് ചരിത്രമില്ലേ? എന്റെ ബാല്യത്തിനുണ്ടായിരുന്ന ചരിത്രമാണോ നിങ്ങൾ എന്റെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ബാല്യത്തിന്? എന്റെ മോനുള്ള കളികളാണോ ഞാൻ കളിച്ചത്? ഞാൻ കളിച്ച കളികൾ ഒക്കെ ഇപ്പോൾ ഓർക്കാൻ രസമാണ്. അതൊന്നും ഇന്നത്തെ കുട്ടികൾ കളിക്കാൻ തയ്യാറാവുകയില്ല. അവർക്ക് ടാബ്ലറ്റും ലാപ്ടോപ്പും മറ്റേ മൊബൈൽ ഫോണിലുമുള്ള ഗെയിമുകൾ, അങ്ങനത്തെ കളികൾ. അല്ലാതെ എന്റെ ബാല്യത്തിൽ നിന്ന് തീർത്തും ഭിന്നമാണ് 10-35 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ കുട്ടികളുടെ ബാല്യം എന്ന് പറയുമ്പോൾ. ഓരോ ബാല്യത്തിനും ചരിത്രമില്ലേ? മധ്യകാലത്തെ ബാല്യത്തിന് ഒരു ചരിത്രമില്ലേ? ഗുപ്തകാലത്തെ ബാല്യം എങ്ങനെയായിരുന്നു? ഹാരപ്പൻ കാലത്തെ ബാല്യം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അക്ബറിന്റെ കാലത്തെ ബാല്യം എങ്ങനെയായിരുന്നു? യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പുള്ള ബാല്യം എങ്ങനെയായിരുന്നു? ബാല്യത്തിന് ഇത്രമേൽ കെയർ, ബാല്യം എന്ന് പറഞ്ഞാൽ പ്രത്യേക ശ്രദ്ധയും കെയറും ഒക്കെ ആവശ്യമുള്ള ഒരു ഘട്ടമാണ് എന്നുള്ള ധാരണ വരുന്നത് എപ്പോഴാണ്? അതിപ്പോ അടുത്ത കാലത്ത് എൻലൈറ്റൻമെന്റ്, പ്രബുദ്ധത, സയന്റിഫിക് റെവല്യൂഷൻ ഒക്കെ വന്നതോടുകൂടി 19-ാം നൂറ്റാണ്ടിലാണ് ബാല്യം ഒരു പ്രത്യേക സവിശേഷ പരിഗണനയും ശ്രദ്ധയും അർഹിക്കുന്ന ഒരു ഘട്ടമാണ് എന്നുള്ള ധാരണ വ്യാപകമാകുന്നത്. അപ്പോ 3-ാം തലമുറയിൽപ്പെട്ട അനാലിസിസ് ഹിസ്റ്റോറിയൻസ് എഴുതിയ ഗ്രന്ഥങ്ങളുടെ പ്രമേയങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. അവരത് പണ്ടേ എഴുതി. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഫിലിപ്പ് അറീസ്, അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ പോലുമല്ല, നല്ല സമ്പന്നനായ, ഹിസ്റ്ററിയിൽ താല്പര്യമുണ്ടായിരുന്ന ഒരു അമേച്വർ ഹിസ്റ്റോറിയൻ എന്ന് പറയാവുന്ന ആളാണ്. വിദഗ്ധ പരിശീലനം ചരിത്രത്തിൽ നേടിയിട്ടില്ലാത്ത ആൾ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നാണ്, ബാല്യത്തിന്റെ നൂറ്റാണ്ടുകൾ. അപ്പോൾ അദ്ദേഹം പഠിച്ചത് യൂറോപ്പിലെ, പ്രത്യേകിച്ച് മധ്യ യൂറോപ്പിലെ ബാല്യത്തെ കുറിച്ചാണ്, മിഡീവൽ പീരീഡിലെ. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ പോലെയല്ല അന്നത്തെ ബാല്യം. അന്നത്തെ കുട്ടികളെ മുതിർന്നവരുടെ മിനിയേച്ചർ രൂപങ്ങളായിട്ടാണ് കണ്ടിരുന്നത്, ചെറു പകർപ്പുകളാണ്. മിനിയേച്ചർ എന്ന് വെച്ചാൽ ചെറു പകർപ്പുകൾ. അപ്പോ മുതിർന്നവരുടെ ചെറു പകർപ്പ്, മിനിയേച്ചർ ഫോംസ് ആണ് ബാല്യം. അപ്പൊ മുതിർന്നവരോട് എങ്ങനെയൊക്കെ പെരുമാറണമോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അവർ വളർന്നത്. പ്രത്യേക കെയറോ വാത്സല്യമോ
ഒന്നും കിട്ടാതെ വളരുന്ന അത് അതൊരു കോൺട്രവേഴ്ഷ്യൽ ബുക്കാണ് സെഞ്ചുറീസ് ഓഫ് ചൈൽഡ്ഹുഡ്. ഓക്കെ. അതുപോലെ ഓൺ ദി അവർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ മണിക്കൂറിൽ, ഇപ്പം മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഓരോ സമൂഹവും ഓരോ കാലഘട്ടത്തിൽ പുലർത്തിപ്പോരുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയാൽ ഈ ശവമഞ്ചം കൊണ്ടുപോകുന്ന വണ്ടിക്ക് പിന്നിൽ ആൾക്കൂട്ടം ചെണ്ട കൊട്ടിയും ഡാൻസ് കളിച്ചും ഒക്കെ പോകുന്നത് കാണും. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പലർക്കും പലതരം വിശ്വാസങ്ങളാണുള്ളത്. അപ്പൊ അതിനെപ്പറ്റി, കാലാവസ്ഥയെപ്പറ്റി, ഗന്ധത്തെപ്പറ്റി, അങ്ങനെ ഗന്ധം, സ്മെല്ലിനൊരു ചരിത്രമുണ്ടോ? ഉണ്ട്. ബ്യൂട്ടിക്ക് ഒരു ചരിത്രമില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെയൊക്കെ ബാല്യകാലത്ത് ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി, ഷീല, അങ്ങനത്തെ സ്ലിം ബ്യൂട്ടി അല്ല. അന്ന് ഈ സ്ലിം ബ്യൂട്ടി എന്ന് പറയുന്ന സൈസും പിന്നെ അന്ന് നമ്മളൊക്കെ പറയും എല്ലും തോലുമായി കിടക്കുന്ന ഈ പെണ്ണിന് ആർക്ക് വേണം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലം. അപ്പൊ ജയഭാരതിയെ പോലെ ഭയങ്കര തടിയില്ലാത്ത, അധികം ഭയങ്കര ഫ്ലഷി, ഭയങ്കര ഓവർ തടിയില്ലാത്ത എന്നാൽ ഫ്ലഷിയായ സ്ത്രീകൾ ആണ് സൗന്ദര്യധാമങ്ങളായി അറിയപ്പെട്ടിരുന്നത്. ഇന്ന് പക്ഷെ നമ്മൾ എന്തായി, പാശ്ചാത്യ സൗന്ദര്യ ബോധത്തിന്റെ അനുകരിക്കുന്നത് തുടങ്ങി. അങ്ങനെ ഈ സൈസും ആ സൈസും സ്ലിം ബ്യൂട്ടിയാണ് നല്ലത് എന്നൊക്കെ പറയാൻ തുടങ്ങിയതോടെ ഈ സ്ലിം ബ്യൂട്ടികൾക്ക് സ്ലിം ആവാൻ വേണ്ടി ഭക്ഷണം വെടിഞ്ഞും ഒക്കെ. അപ്പം സൗന്ദര്യത്തിന് അതത് കാലങ്ങളിൽ ഒരു ചരിത്രമുണ്ടായിരുന്നു. ഇപ്പൊ ക്ലിയോപാട്ര മഹാസുന്ദരിയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ക്ലിയോപാട്രയുടെ ഒരു പ്രതിമയുടെ, അലക്സാണ്ട്രിയക്ക് അടുത്തുള്ള കടലിൽ നിന്ന് ക്ലിയോപാട്രയുടെ ഒരു പ്രതിമയുടെ ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്ലിയോപാട്ര വാസ്തവത്തിൽ കറുമ്പിയായിരുന്നു, കറുത്ത നിറമുള്ളവരായിരുന്നു ക്ലിയോപാട്ര. അങ്ങനെ ശരിക്കും ക്ലിയോപാട്ര വെളുത്തവളായിരുന്നു അതൊന്നും അങ്ങനെയല്ല, കറുത്ത. അപ്പം ക്ലിയോപാട്രയുടെ സൗന്ദര്യം അന്നത്തെ സൗന്ദര്യ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. ഇന്ന് ക്ലിയോപാട്ര അതേപോലെ നമുക്ക് മുമ്പിൽ അവതരിച്ചാൽ നമുക്ക് സുന്ദരിയായി തോന്നണമെന്നില്ല. ഇപ്പൊ ചൈനക്കാരന് സുന്ദരിയായി തോന്നുന്നവളെ കേരളീയന് സുന്ദരിയായി തോന്നുന്നില്ല. അപ്പൊ ഒരു ആഗോളമായി ഒരു സൗന്ദര്യ മാനദണ്ഡം ഇല്ല. അപ്പൊ സൗന്ദര്യത്തിനും ചരിത്രമുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിനും ചരിത്രമുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ നിങ്ങൾ ഉണ്ണുനീലി സന്ദേശം, അതുപോലെ അന്നത്തെ മണിപ്രവാള കാവ്യങ്ങളൊക്കെ വായിച്ചാൽ എന്താണ് പുരുഷ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങൾ? കുടവയർ. കുടവയർ വേണം, കുടവയറുള്ള നമ്പൂതിരി, അങ്ങനത്തെ കുറെ വർണ്ണനകളുണ്ട്. ഇത്തിരി കുടവയറൊക്കെ ഉള്ള ആളാണ് മണിപ്രവാള കൃതികളിലെ പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങൾ. ഇന്ന് കുടവയറുള്ളവർ ഏതെങ്കിലും പെൺകുട്ടികൾ ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ആണുങ്ങൾ തന്നെ സ്വയം കുടവയർ ഇഷ്ടപ്പെടുന്നവരാണോ? അപ്പൊ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറി. അപ്പം എല്ലാറ്റിനും ചരിത്രമുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഘടനാവാദം. ഇപ്പൊ ഘടനാവാദം എന്നുള്ളത് ഞാനിപ്പോ പറയുന്നത്, ഞാൻ പറയുന്നത് ഘടനാവാദം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കും, ഇപ്പം റോസ് എന്ന വാക്ക് നിങ്ങൾ ഉച്ചരിക്കുന്നു. റോസ് എന്ന വാക്ക് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് എന്താണ്? റോസാപുഷ്പം, വെളുത്തതോ ചുവന്നതോ ആയ റോസാപുഷ്പം. റോസ് എന്ന വാക്കാണ് ഉച്ചരിക്കപ്പെടുന്ന, എഴുതപ്പെടുന്ന വാക്കാണ് സിഗ്നിഫയർ, സൂചകം. അപ്പോൾ റോസ് എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രമാണ്, മെന്റൽ കൺസെപ്റ്റ് ആണ് സിഗ്നിഫൈഡ്. അപ്പൊ ഈ റോസ് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രവും തമ്മിൽ യാതൊരു സ്വാഭാവിക ബന്ധവുമില്ല. അത് സോഷ്യൽ കൺവെൻഷൻ. റോസ് എന്ന വാക്ക് ഇന്നതിനെ കുറിക്കുന്നു എന്നത് ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ ആരോ ഉണ്ടാക്കിയ വാക്കാണ്. അത് സമൂഹം മുഴുവൻ അംഗീകരിച്ചു, അതുകൊണ്ടായി. ഇപ്പൊ പത്രം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരിക മാതൃഭൂമി, മാധ്യമം, മനോരമ, ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ, ഹിന്ദു, അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ, പത്രങ്ങൾ. അപ്പൊ പത്രം എന്നുള്ള ഒരു പദം ഈ ലോകം ആവിർഭവിക്കുന്ന കാലം മുതലേ പത്രം എന്നാണ് ഇതിനെ പറയേണ്ടതെന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യരുണ്ടാക്കി, ആരെങ്കിലും ഉണ്ടാക്കി ഈ വാക്ക്, പേപ്പർ, ന്യൂസ് പേപ്പർ. ആ വാക്ക് പിന്നീട് എല്ലാവരും പങ്കുവെച്ച് അംഗീകരിച്ചപ്പോൾ ആ വാക്കിന് എന്തായി? ഇതായി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ പത്രത്തിന് നമ്മൾ മലയാള വാക്ക് പത്രം വേണ്ട, അതിന് പകരം ചെരുപ്പ് എന്നുള്ള വാക്ക് ആക്കുക. ചെരുപ്പ് എന്നുള്ള വാക്കിന് പത്രം എന്നും ആക്കുക.
അത് എല്ലാ മലയാളികളും അംഗീകരിച്ചു എന്നും കരുതുക. അപ്പോഴെന്താ സംഭവിക്കുക? ഞാൻ ബാറ്റയുടെ പത്രക്കടയിൽ പോയി നല്ലൊരു പത്രം വാങ്ങി എന്ന് പറയും. ഞാൻ ഇന്ന് ഏതെങ്കിലും പത്രങ്ങളുടെ പേര് പറയുന്നില്ല, ഇന്ന പത്രം, ഇന്ന ചെരുപ്പ് വായിച്ചു, ഇന്ന ഡാഷ് ചെരുപ്പ് വായിച്ചു എന്ന് പറയാൻ തുടങ്ങും. അതിൽ അസ്വാഭാവികതയില്ല. അപ്പൊ വാക്കും വാക്കിനെ സൂചിപ്പിക്കുന്ന വസ്തുവും തമ്മിൽ എന്തില്ല? ഒരു നാച്ചുറൽ റിലേഷൻഷിപ്പ് ഇല്ല, ആർബിട്രറിയാണ്. അതാണ് സ്ട്രക്ചറലിസം പറയുന്നത്. അപ്പോ പിന്നെ വാക്കിന് ഇപ്പോ ആന എന്ന് പറയുമ്പോൾ ജപ്പാൻകാരോട് ആന എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മെന്റൽ കൺസെപ്റ്റിൽ തിരിയോ? മലയാളം അറിയാത്ത ജപ്പാൻകാരന് ആന എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മാത്രമാണ്. ആന എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ നമ്മുടെ മനസ്സിൽ പലതരം ആനകൾ തെളിയും, ഇല്ലേ? അപ്പോ വാക്കും വാക്കിനെ സൂചിപ്പിക്കുന്ന വസ്തുവും തമ്മിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ ലോകത്തൊരു ഭാഷ പോരെ? ആ ഭാഷ അനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാവില്ലേ? അപ്പോ ലാംഗ്വേജിനൊരു ഗ്രാമർ ഉണ്ട്. ലാംഗ്വേജ് ഹാസ് എ ഗ്രാമർ. ഇപ്പൊ ലാങ്, പരോൾ, അതൊന്നും ഞാൻ അധികം പറയുന്നില്ല. ലാങ് എന്ന് പറഞ്ഞാല് അത് അണ്ടർലൈങ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറാണ്. പരോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയുന്നതൊക്കെ പരോളാണ്. സ്പീച്ച്, നിങ്ങളൊക്കെ ഇങ്ങനെ സാധാരണ വർത്തമാനം പറയുന്നതൊക്കെ സ്പീച്ച്. അതേസമയം ലാംഗ്വേജിന് ഒരു ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറലിസം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻഡ് കൾച്ചർ ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ്. കൾച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്, ഇറ്റ്സ് ഓൺ ഗ്രാമർ. ഈ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നതും എന്താണ്? സംസ്കാരം എന്ന് പറയുന്നത് ഭാഷയെ പോലെ വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ലോകവ്യാപകമായി ഒരേ വ്യാകരണമല്ല കേട്ടോ. ഇപ്പൊ പുട്ടും കടലയും, ഇപ്പൊ ഭക്ഷണ സംസ്കാരം, പുട്ടും കടലയും ശരി, ദോശയും ചമ്മന്തിയും സാമ്പാറും ശരി, ബിരിയാണി, അച്ചാറ് ശരി, അത് ഗ്രമാറ്റിക്കലി ഓക്കെയാണ് ഈ ഭക്ഷണ സംസ്കാരത്തെ സംബന്ധിച്ച്. അതിന് പകരം നിങ്ങൾ ഒരു പെരുന്നാൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെ വിളിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരിയെ വിളിച്ച് ആദ്യം തന്നെ നിങ്ങൾ നെയ്ച്ചോറും പിന്നെ ഹലുവയും മുറിച്ചിട്ട് കുഴച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാണ് വിഭവം, കഴിച്ചോളൂ. അപ്പൊ നെയ്ച്ചോറും ഹലുവയും ചേരും, ഗ്രമാറ്റിക്കലി റോങ് അല്ലേ? നെയ്ച്ചോറിന്റെ കൂടെ കോഴിക്കറിയോ മീൻകറിയോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റൂവോ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ നെയ്ച്ചോറും പിന്നെ ഹലുവയും മിക്സ്ചറും ഒക്കെ കൂട്ടിക്കുഴച്ച് നിങ്ങൾക്ക് തന്നാലോ? അത് ഗ്രമാറ്റിക്കലി റോങ് ആണ്. അത് എല്ലാവരും അങ്ങനെ സ്വീകരിച്ചു തുടങ്ങിയാൽ ഗ്രമാറ്റിക്കലി ഓക്കെയാണ്. അതേപോലെ ഇഡ്ഡലിയും സാമ്പാറും അല്ലെങ്കിൽ ദോശയും സാമ്പാറും, പിന്നെ ഇഡ്ഡലിയും കോഴിക്കറിയും, പിന്നെ തുടങ്ങി തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ അത് ഏതാണ്ട് വ്യാപകമായപ്പോൾ ഇഡ്ഡലിയും കോഴിക്കറിയും ഇപ്പോൾ ഗ്രമാറ്റിക്കലി ഓക്കെയാണ്. തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം, പട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അതിപ്പം ഗ്രമാറ്റിക്കലി റോങ് ആണ്. അവര് കോഴി തിന്നില്ല. ഒന്ന്, ഇഡ്ഡലിയും കോഴിക്കറിയും എന്ന് പറഞ്ഞാൽ വിരുദ്ധ ധ്രുവങ്ങളിലുള്ള രണ്ട് സൃഷ്ടികളായിട്ടാണ് അവർ കാണുക. അപ്പോ നമുക്ക് ഗ്രമാറ്റിക്കലി റൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമുക്ക് ഗ്രമാറ്റിക്കലി റോങ് ആയി തോന്നുന്ന ഭക്ഷണം, ഇപ്പൊ ജപ്പാൻകാർ, ചൈനക്കാരൊക്കെ പച്ച മീനിനെ തിന്നും. ഹൈദരാബാദിൽ ചില ആസ്മയൊക്കെ മാറാൻ പച്ച മീനിനെ വിഴുങ്ങുന്നുണ്ട്. അതുപോലെ പാമ്പിനെ തിന്നുന്നവരുണ്ട്, തിന്നാത്തവരുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഗ്രാമർ, ഭക്ഷണത്തിന്റെ, വേഷത്തിന്റെ, സംസ്കാരത്തിന്റെ ഗ്രാമർ വ്യത്യസ്തമായിരിക്കും. ഇപ്പോ നമ്മള് പെൺകുട്ടികളുടെ വസ്ത്രധാരണം, ചുരിദാർ ഓക്കെ, ഗ്രമാറ്റിക്കലി ഓക്കെ. അതുപോലെ സാരി ഗ്രമാറ്റിക്കലി ഓക്കെ. അതുപോലെ ജീൻസും പെൺകുട്ടികൾ ധരിക്കുന്ന കുർത്തയും അങ്ങനെ ഉണ്ട്. പല കോളേജുകളിലും അങ്ങനെ കുട്ടികൾ വരാറുണ്ട്. അത് ഗ്രമാറ്റിക്കലി ഓക്കെ. അപ്പൊ ജീൻസിന്റെ മുകളിൽ നിങ്ങൾ ജീൻസിന് ചേരുന്ന ടോപ്പിന് പകരം ഈ സാരിക്ക് ഉടുക്കുന്ന ബ്ലൗസ് ഇട്ട് വന്നാലോ? ഗ്രമാറ്റിക്കലി റോങ് അല്ലേ? എല്ലാവരും നോക്കി അന്തം വിട്ട് നിൽക്കില്ലേ? ശരിക്കും നിൽക്കും. കാരണം ജീൻസും ടോപ്പും ആണെങ്കിലും ഓക്കെ, ശരി, ഇപ്പോൾ കുറച്ച് മോഡേൺ ആണ് എന്നൊക്കെ വിചാരിച്ച് ആളുകൾ അങ്ങനെ അധികം മൈൻഡ് ചെയ്യും. അതേസമയം ജീൻസും സാരിക്ക് മുകളിൽ ഉടുക്കുന്ന ബ്ലൗസും അതിലെന്താ, എല്ലാ നഗ്നതയും മറക്കുന്നുണ്ട് കാര്യമായുള്ള എല്ലാ ഭാഗങ്ങളും. പക്ഷേ ഗ്രമാറ്റിക്കലി എന്താ റോങ് ഇല്ല. പക്ഷെ ഗ്രമാറ്റിക്കലി റോങ് ആണ് നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആരും അത് ഇടാൻ തുനിയാറില്ല. അപ്പോ ഈ ഗ്രാമർ തെറ്റുന്ന ഒരു ഇടമുണ്ട്. ഫാഷൻ പരേഡ് കണ്ടിട്ടില്ലേ? ഫാഷൻ TV ഒക്കെ കണ്ടാൽ അറിയാം. ഈ റാമ്പിൽ ഇങ്ങനെ നടക്കുന്നത് പെണ്ണും ആണും ഒക്കെ. പെണ്ണുങ്ങളൊക്കെ ഏതൊക്കെ വസ്ത്രം
ചാക്കൊക്കെ തുന്നിക്കെട്ടി തൂവലൊക്കെ ഘടിപ്പിച്ചൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് നടക്കുന്നത്. അതാണ് അവിടെ ഗ്രാമാറ്റിക്കലി റൈറ്റ്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു ചുരിദാറും അത് എത്രമേൽ ഭംഗിയുള്ളതാവട്ടെ, സാധാരണ ഒരു ചുരിദാർ ഇട്ട് റാമ്പിലൂടെ നടന്നാൽ ആരും നോക്കില്ല. റാമ്പിലൂടെ നടക്കുമ്പോൾ പല പല ലുങ്കികൾ, പല നിറത്തിലുള്ള ലുങ്കികളൊക്കെ ചേർത്ത് തുന്നിക്കെട്ടിയ വസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു നിൽക്കുന്ന രോമകൂപങ്ങളും ഈ തൂവലുകളും ഒക്കെ ഉണ്ടെങ്കിലാണ് അവിടെ ആ റാമ്പിന്റെ വേദിയിൽ ഗ്രാമാറ്റിക്കലി വ്യാകരണപരമായി ശരി അതാണ്. നമ്മൾ സാധാ വസ്ത്രം ധരിച്ചാൽ അവിടെ ഗ്രാമർ അവിടെ കേട്ടുന്നില്ല. ഇതേ റാമ്പിലെ വ്യക്തിയെ, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആണിനെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ അങ്ങോട്ട് നിർത്തി നോക്ക്, തൂവലും മറ്റതൊക്കെ ആയിട്ട്. അപ്പം ഗ്രാമാറ്റിക്കലി റോങ് ആണ്. മൊത്തം ആൾക്കാരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറും. പത്രക്കാർ വരും, ഫോട്ടോ എടുക്കും, ഇതാ പുതിയൊരു ജീവി ഇറങ്ങിയിരിക്കുന്നു SM സ്ട്രീറ്റിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് ശരിയാവുന്ന ഗ്രാമർ മറ്റൊരു സ്ഥലത്ത് തെറ്റാവും. അപ്പോൾ കൾച്ചർ ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും, ഇപ്പോൾ ലക്കാനൊക്കെ പറയുന്നത് our mind is structured like a language, our psyche is structured like a language. അതിനൊക്കെ ഗ്രാമർ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ പോസ്റ്റ് മോഡേണിസത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കുറേ സമയമായി. അപ്പോൾ ഈ രീതിയിൽ ചരിത്ര വിജ്ഞാന രംഗത്ത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ, ഞാൻ സ്കൂളൊക്കെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി, ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ 2029 ആകുമ്പോഴത്തേക്ക് 100 വർഷം തികയും. അന്ന് 100 വർഷം മുമ്പേ അല്ലെങ്കിൽ ഒരു 1950 കാലഘട്ടത്തിൽ തന്നെ, 70 കാലഘട്ടങ്ങളിൽ തന്നെ ബാല്യത്തിന്റെ, ഗന്ധത്തിന്റെ, കാലാവസ്ഥയുടെ, മരണാനന്തര ജീവിതത്തിന്റെ ഒക്കെ ചരിത്രം എഴുതിയവരാണ് അവർ. അവരുടെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത്. നമ്മുടെ സിലബസിൽ ഇപ്പോഴും പഠിക്കുന്നത് അവർ എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ആ മേഖലയിലേക്ക് കാര്യമായി കടന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഈ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതൊക്കെ വായിച്ച് നമ്മളും ചില ചെപ്പടി വിദ്യകൾ എടുക്കാൻ തുടങ്ങിയത് കുറച്ചു കാലം മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ പഠിക്കാതെ പുതിയ പ്രവണതകളെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്, ഞാൻ അത് എടുക്കുന്നില്ലെങ്കിലും ഞാൻ MA തലത്തിലാണ് ഭൂരിഭാഗവും എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കാനുള്ളത് ഈ ഭാഗമാണ്. അപ്പൊ ചരിത്ര പഠനം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഗ്രഹിച്ച പോലെ ഏതെങ്കിലും ഗൈഡ് വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങി വിജയിക്കാം. പക്ഷെ ചരിത്രം നന്നായി പഠിച്ചാൽ ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം നിങ്ങൾ എടുത്തു നോക്കും. 47 മുതൽ ഈ 2019 വരെയുള്ള, അതിൽ ചരിത്രമോ മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങളോ പഠിച്ചവരാണ് 50% കൂടുതലും. ചരിത്രം മാത്രം പഠിച്ചവർ എത്രയുണ്ട്? 10, 20, 25% വരും. ശശി തരൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ എന്താ പഠിച്ചത്? അദ്ദേഹം ഇക്കണോമിക്സും ചരിത്രവും ഉൾപ്പെടെയുള്ള സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളാണ് BA പഠിച്ചത്. അദ്ദേഹം PhD എടുത്തതും ഈ സാമൂഹിക ശാസ്ത്രത്തിലാണ്. അപ്പോ നമ്മുടെ വളരെ പ്രശസ്തരായ അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ എന്താ പഠിച്ചത്? ആന്ത്രോപോളജി, ഇക്കണോമിക്സ്. പിന്നെ ലണ്ടനിൽ വന്ന് വീണ്ടും ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ ലോ. നെഹ്റു പഠിക്കാൻ അത്ര മിടുക്കനായിരുന്നില്ല, ലാസ്കിയുടെ കീഴിൽ പഠിച്ചതും ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ KR നാരായണൻ പഠിച്ചതും ഇതൊക്കെ തന്നെയാണ്. അപ്പോ വലിയ വലിയ ഡോക്ടർമാരും, ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ ഈ വൈസ് ചാൻസലർമാരുടെ കാര്യം കേരളത്തിൽ തന്നെ നോക്കിയാൽ എത്ര ചരിത്രകാരന്മാർ വൈസ് ചാൻസലർ ആയില്ല എന്ന് ചോദിച്ചാൽ മതി. ഇപ്പോ KN പണിക്കരായി, അതുപോലെ KN കുറുപ്പായി, രാജൻ ഗുരുക്കളായി. കണ്ണൂർ സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ചരിത്രകാരനാണ്. TK രവീന്ദ്രൻ ചരിത്രകാരനായിരുന്നു നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. അങ്ങനെ എത്രയോ ചരിത്രകാരന്മാർ സമൂഹത്തിന്റെ വലിയ പദവിയിലേക്ക്. സിവിൽ സർവീസ് പോലുള്ള ഏത് PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് 20% ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. നിങ്ങൾ ദിനം പ്രതി നിങ്ങൾ ദിനേന ദിനപത്രങ്ങൾ വായിക്കണം. ഞാൻ പറയുക 2 ദിനപത്രങ്ങൾ, ഒരു മലയാളവും ഒരു ഇംഗ്ലീഷും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. പക്ഷെ ദിനപത്ര വായനക്കും ഒരു രീതിയുണ്ട്. ചിലർ സ്പോർട്സ് പേജ് മാത്രം വായിച്ച് മടക്കി വെക്കും.
ചിലർ ചരമ പേജ് മാത്രം വായിച്ച് മടക്കി വെക്കും. ചിലർ കിളിരൂർ, കവിയൂർ, വിവാദ വാർത്തകൾ മാത്രം വായിച്ച് മടക്കി വെക്കും. അതൊന്നും വായിക്കേണ്ടതല്ല. ദേശീയ അന്തർദേശീയ വാർത്തകളും അതുപോലെ തന്നെ എല്ലാ ദിനപത്രത്തിന്റെയും ഒരു കാമ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയലും അതിൽ വരുന്ന ലേഖനങ്ങളും പിന്നെ ദേശീയ അന്തർദേശീയ പരമായിട്ടുള്ള കാര്യങ്ങളും. കാരണം ദിനപത്രത്തിൽ നിത്യേന ചരിത്ര സംബന്ധമായ ലേഖനങ്ങൾ ആവർത്തിച്ച് വരും. ഇന്നത്തെ ദിനപത്രം നാളത്തെ ചരിത്രമാണ്. അതുകൊണ്ട് ദിനപത്ര വായന ഒന്നെങ്കിലും മിനിമം, ഞാൻ കുട്ടികളോട് പറയാം, ഒന്നെങ്കിലും ദിവസേന ഈ രീതിയിൽ വായിക്കണം. സ്പോർട്സ് പേജോ ചരമ പേജോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻസേഷണൽ വാർത്തകളോ മാത്രം വായിക്കുകയല്ല. ചരിത്ര വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ദിനപത്ര വായന, മറ്റു വാരികകളുടെ വായന കൂടി സമാന്തരമായി നടത്തിയാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയും എവിടെയും, കാരണം ചരിത്ര വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇങ്ങനെ വായിക്കേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാഷാ നൈപുണ്യം, ഭാഷാ സാമർഥ്യം മറ്റുള്ളവരെക്കാൾ, ഈവൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യ വിദ്യാർത്ഥികളെക്കാൾ കൂടുതലാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സമയം പാഴാക്കരുത്. കാരണം ഞാനിപ്പോൾ മെഡിസിൻ വിട്ടതിൽ ആഹ്ലാദിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ മെഡിസിൻ പഠിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം കുളമാവുകയാണ്. കാരണം എനിക്ക് ആ രീതിയിലുള്ള ജോലി ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഈ രീതിയിൽ കൂടുതൽ ലേഷർ ടൈമുള്ള, കൂടുതൽ വായനാ സൗകര്യമുള്ള, വായനാ സമയം കിട്ടുന്ന, എഴുതാൻ സമയം കിട്ടുന്ന ഒരു ജോലി, അത് പക്ഷെ അന്ന് തോന്നിയില്ല. അന്ന് ഈ സമൂഹം ഇങ്ങനെയാണല്ലോ, 2 ചാല് കീറി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ SSLCക്ക് 500-ലധികം മാർക്ക് കിട്ടിയാൽ ഒന്നുകിൽ അവൻ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊന്നും നമുക്ക് നമ്മുടെ അഭിരുചിയെ പറ്റി, ചിലർക്കൊക്കെ കിട്ടാം, ഒരു പ്രത്യേക ധാരണ കിട്ടണമെന്നില്ല. 10ാം ക്ലാസ്സിലെ മാർക്ക് നോക്കുമ്പോൾ എല്ലാത്തിലും 40-45 മാർക്കാണ്. അപ്പോൾ സയൻസിനും മാർക്കുണ്ട്, മലയാളത്തിനും മാർക്കുണ്ട്, സോഷ്യൽ സയൻസിനും മാർക്കുണ്ട്. അപ്പോൾ ദേവഗിരി കോളേജിൽ കിട്ടുന്നു, ചേരുന്നു, പഠിക്കുന്നു, പിന്നെ മെഡിസിൻ പഠിക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ പോകുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള നിരാശയും അതിലില്ല. ചരിത്രം പഠിച്ചതിൽ അഭിമാനമുണ്ട് താനും. ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും, ഇതിന്റെ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ ഷിനാസ് സാർ, താങ്ക് യു. കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റേസ് ചെയ്യാം. 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സാറ് സംസാരിച്ചിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ടാവും. വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞങ്ങൾ നിർത്താൻ പറഞ്ഞിട്ടില്ല, 1 മണിക്കൂർ കഴിഞ്ഞ് സാധാരണ നിർത്താൻ പറയാറുണ്ട്, പറഞ്ഞിട്ടില്ല. ബിക്കോസ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നത്. പോരട്ടെ അങ്ങോട്ട് എന്ന് വെച്ചാ മാക്സിമം ആക്കി. എന്തെങ്കിലും സജഷൻസ്, കമന്റ്സ്? എനിക്ക് അജ്മൽ മാഷ്, എനിക്ക് കുറെ സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചുരുക്കിയതാ. കുട്ടികളുടെ ഡേറ്റ പ്രശ്നമാണല്ലോ. കുട്ടികൾക്ക് എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അതെ, സംസാരിക്കുക, സംശയങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമൊക്കെ പറയാം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള, അല്ലേ? എന്നിട്ട് എനിക്ക് 1-2 ഡൗട്ട് എനിക്കുണ്ട്. ഒരു പോസ്റ്റ് മോഡേണിസം ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ട്രൈ. അത് ഞാൻ അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസം എടുക്കാം. ഓക്കെ, അത് വേറൊരു സെഷൻ തന്നെ ചെയ്യണമല്ലോ. ഇപ്പം തന്നെ വേണം. അത് വേണ്ട, ഇപ്പൊ വേണ്ട, നമുക്ക് ചെയ്യാം. മറ്റൊരു ദിവസം എടുക്കാം. നിങ്ങൾ സമയം പറഞ്ഞാൽ മതി. ഒരു ശനി ഞായറാണെങ്കിൽ നല്ലത്. ഞാൻ നാളെ മുതൽ തുടർച്ചയായിട്ട് നാട്ടിലുണ്ട്. അപ്പൊ ജനങ്ങളൂർ വെച്ച് തന്നെ നടത്താൻ വേണ്ടി. സാറേ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഡൗട്ടല്ല, ഈ ഹിസ്റ്ററി എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു കുറെ ഇയറും ആളുടെ പേരും ഇതാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. അതിനൊന്നും ഒരു ഫീൽ ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാൻ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ എന്നുള്ളതാണ്. മെമ്മറൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ കുട്ടികളോട് പറയാനുള്ളത് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ ഒരു വിഷയത്തിൽ നല്ല താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ വിദ്യാർത്ഥികൾ കേൾക്കാൻ കൂടി പറയുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വിദ്യാർത്ഥികളെ? അപ്പോ നിങ്ങൾക്കൊരു വിഷയത്തിൽ നന്നായി താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾ നന്നായി പഠിക്കും, നിങ്ങൾ നന്നായി ഓർമ്മിക്കും. ഞാൻ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ. ഹലോ, കേൾക്കുന്നുണ്ടോ?
വിദ്യാർത്ഥികളോ? ആ കേൾക്കുന്നുണ്ട്. അപ്പൊ പലരും പറയാനുള്ളത് എനിക്ക് ഡേറ്റ് മറന്നു പോകുന്നു, രാജാവിന്റെ പേര് മറന്നു പോകുന്നു, ഭരണപരിഷ്കാരം മറന്നു പോകുന്നു, അത് മറന്നു പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതീവ താല്പര്യമുള്ള വിഷയങ്ങൾ നിങ്ങൾ പാതിരാത്രി ഉറക്കം ഉണർത്തി ചോദിച്ചാലും ഓർമ്മിച്ച് പറയും. അപ്പൊ മറന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മറന്നു പോകുന്നത്. നിങ്ങൾ ഈ ചെവിയിൽ കേട്ട് ആ ചെവിയിലൂടെ വിടുന്നു, അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞാൻ 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോ ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനാണ്. അതിൽ കുട്ടി ഉണ്ടായോ? പറയൂ. ഹലോ, വിദ്യാർത്ഥികളോടാണ് ചോദ്യം. കാവ്യ മാധവൻ പ്രസവിച്ചോ? കുട്ടി ഉണ്ടായോ? കുട്ടി ഉണ്ടായി. അല്ല, മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും ആദ്യത്തെ വിവാഹത്തിലെ മകൾ ആരുടെ കൂടെയാണ് താമസം? മഞ്ജുവിന്റെ കൂടെയോ ദിലീപിന്റെ കൂടെയോ? ദിലീപിന്റെ കൂടെ. സംയുക്ത വർമ്മയുടെ ഭർത്താവ് ആരാണ്? സംയുക്ത വർമ്മയുടെ ഭർത്താവ് ആരാണ്? ബിജു മേനോൻ. ആ, അപ്പോ വേറൊന്നും കൂടി ചോദിക്കാം. സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിക്കാൻ വക്കത്തെത്തി എത്ര കേസുകൾ ഉണ്ടായിരുന്നു? അഭിഷേക് ബച്ചന്റെ, ഐശ്വര്യ റായി അടക്കം കുറെ ഉണ്ടായിരുന്നു. 3 കറക്റ്റാ. കത്രീന കൈഫില്ലേ? ഉണ്ട്. അപ്പോ അതുപോലെ ഈ മോഹൻലാലിന്റെ ഭാര്യയുടെ പേരെന്താണ്? സുചിത്ര. മോഹൻലാലിന്റെ ഭാര്യയുടെ പേര് സുചിത്ര. മമ്മൂട്ടിയുടെ ഭാര്യയുടെ പേര് സുൽഫത്ത്. മകളുടെ പേര്? മമ്മൂട്ടിയുടെ മകൾ സുറുമി. എന്നല്ലേ? അത് എന്താണ്? അമൽ എന്നല്ലേ? ആണോ? ഏതോ ആവട്ടെ, നിങ്ങൾക്ക് എല്ലാം അറിയാം. അതുപോലെ നയൻതാര കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രഭുദേവമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? പ്രഭുദേവയുമായി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. ഓക്കെ, അതൊക്കെ ശരി, നിങ്ങൾക്കറിയാം. വളരെ മികച്ച പ്രകടനം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിന്റെ മകൾ ഒരു ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ലോക പ്രശസ്ത ചരിത്രകാരിയാണ്. പേരറിയോ? ഉപീന്ദർ സിംഗ്. അതൊക്കെ ആരാണ് പറഞ്ഞത്? മിടുക്കി. അപ്പോ ഉപീന്ദർ സിംഗ്. ഈ സുൽഫത്തിന്റെ പേരും സുചിത്രയുടെ പേരും ഒക്കെ അറിയുന്ന നിങ്ങൾക്ക് മൻമോഹൻ സിംഗിന്റെ ഭാര്യയുടെ പേര് അറിയുമോ? ഗുർഷരൺ സിംഗ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉപീന്ദർ സിംഗ് നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അച്ചട്ടായി സൂക്ഷിക്കുന്നു, അല്ലാത്തവ പുറന്തള്ളുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ താല്പര്യമുണ്ടാവാൻ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് ചരിത്രപരമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. രസകരമായ നോവൽ പോലെ വായിച്ചു പോകാവുന്ന, അതേസമയം തന്നെ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, മലയാളമുണ്ട്, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതിൽ ഒരുപാട് ചരിത്ര വസ്തുതകളുണ്ട്. ഇന്ത്യ ചരിത്രത്തിന്റെ ആ ഒരു നിർണായക ഘട്ടങ്ങൾ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു നോവൽ പോലെ വായിച്ചു പോകാം. ആദ്യം അത്തരം പുസ്തകങ്ങൾ വായിക്കുക. പിന്നീട് കൂടുതൽ സാങ്കേതികമായ തിയറിയും ഒക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുക. തിയറി എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കാനുള്ളതല്ല, നമ്മുടെ ലോകത്തെ വ്യത്യസ്തമായി വിലയിരുത്താനുള്ള ഒരു ഉപാധിയാണ്. അപ്പൊ തിയറി നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ ലോകത്ത് പലതും കാണുന്നതിനെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി വീക്ഷിക്കാൻ പറ്റും. പിന്നെ ചരിത്രത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഗുണം എന്താണ്? ആ ഗുണം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചരിത്രം പഠിച്ചവർക്ക് പോലും, പഠിപ്പിക്കുന്നവർക്ക് പോലും, ചരിത്രകാരന്മാർക്ക് പോലും ഇല്ലാത്ത ഗുണം. ചരിത്രം
ഒരാളെ നിരഹങ്കാരിയാക്കുന്നു. അഹങ്കാരത്തെ തേച്ചു മാച്ചു കളയും യഥാർത്ഥത്തിൽ ചരിത്രം പഠിച്ചാൽ. കാരണം ചരിത്രം പഠിപ്പിക്കുന്നത് ഒന്നും ശാശ്വതമല്ല, എല്ലാം ക്ഷണികമാണ് കുട്ടികളെ എന്നാണ്. മനുഷ്യരെ എല്ലാം ക്ഷണികമാണ്, ഒന്നും ശാശ്വതമല്ല. പദവിയും സ്ഥാനവും സമ്പത്തും അധികാരവും എല്ലാം ക്ഷണപ്രഭാചഞ്ചലം. അപ്പൊ ചരിത്രത്തിന്റെ മർമ്മം അതാണ്, മനുഷ്യരെ നിരഹങ്കാരിയാക്കുക. രണ്ടാമത്തെ ധർമ്മം, പല ധർമ്മങ്ങളുണ്ട്. ഭാവിയെക്കുറിച്ച് പഠിച്ച് ഭൂതത്തെക്കുറിച്ച് പഠിച്ച് വർത്തമാനം മനസ്സിലാക്കി ഭാവിയെക്കുറിച്ച് കാര്യങ്ങൾ പ്രവചിക്കുക, അതൊക്കെ പഴഞ്ചൊല്ലായി. ഒന്ന്, ചരിത്രം മനുഷ്യരെ നിരഹങ്കാരിയാക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ അസ്തിത്വത്തിന്റെ ക്ഷണികത നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നു. 3, മരണം എന്ന പരമ യാഥാർത്ഥ്യത്തെ എന്ന് വെച്ചാൽ അതിനെ സമചിത്തതയോടെ, അത് സ്വാഭാവികമാണ് എന്ന ധാരണയോടെ അഭിമുഖീകരിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നു. പഴയതൊക്കെ പഴയ ഡെഫിനിഷനാണ്. ഭൂതകാലം പഠിച്ചാൽ അതിൽ തെറ്റുകൾ മനസ്സിലാക്കി വർത്തമാനം ഇതാക്കാം. കാരണം ഭൂതകാലം പഠിച്ചാലൊന്നും വർത്തമാനം ശരിയാക്കാൻ പറ്റില്ല. കാരണം ചെറിയ എറേഴ്സ്, ചരിത്രത്തിന്റെ ഗതിക്കിടയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ, ചെറിയ തെറ്റുകൾ, ചെറിയ മിസ്കാൽക്കുലേഷൻസ് ഒക്കെ ചരിത്രത്തിന്റെ ഗതി ആകെ മൊത്തം മാറ്റിമറിക്കും. ഇപ്പൊ ഈ കോവിഡ് വരുന്ന ആരെങ്കിലും കരുതിയോ? ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ലോകമാണോ ഇപ്പോഴുള്ളത്? അപ്പൊ 2019 ഫെബ്രുവരിയിൽ 2019 ഫെബ്രുവരിയിലൊക്കെയാണ് ഇന്ത്യയിൽ വരുന്നത്. 2019 നവംബറിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ ആരെങ്കിലും കരുതിയ ചൈനയിൽ ഒതുങ്ങും, ഇവിടെ ഒന്നും എത്തില്ല എന്ന് വിചാരിച്ചിരുന്നല്ലേ? ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ രംഗത്തെ മൊത്തം അടിമുടി മാറ്റി വലിച്ചില്ലേ? അപ്പൊ ചെറിയൊരു നിമിത്തം ഒരു വൈറസിന് ലോക ചരിത്രത്തെ മാറ്റിമറിക്കാൻ പറ്റും. അതുപോലെ ബ്ലാക്ക് ഡെത്ത് 1347 മുതൽ 1351 വരെ, പിന്നീട് ഓരോ വ്യാഴവട്ടം കഴിയുന്നതോറും ആവർത്തിച്ച് വന്ന ബിബോണിക് പ്ലേഗ് എന്നറിയപ്പെടുന്ന കറുത്ത മരണം യൂറോപ്പിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചില്ലേ? ഫ്യൂഡലിസം തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചില്ലേ? അപ്പോ നമ്മൾ ഒരു കാലത്തും നമ്മൾ നനച്ചിരിക്കാതെ വന്നു ചേരുന്ന ചില സംഭവങ്ങൾ എത്രമേൽ നമ്മൾ ആസൂത്രണം ചെയ്താലും, ഇങ്ങനെ ഒരു കോവിഡ്-19 വന്നാൽ കണ്ടില്ലേ ലോകം ആയി മാറിയ അവസ്ഥ. അപ്പൊ ചരിത്രത്തിലെ വലിയ ആസൂത്രണങ്ങൾ, വലിയ കണ്ടിന്യൂറ്റീസ് ഇല്ല. അതാണ് പോസ്റ്റ് മോഡേണിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഹിസ്റ്ററി ഈസ് മാർക്ഡ് ബൈ ഡിസ്കണ്ടിന്യൂറ്റീസ് ആൻഡ് ബ്രേക്സ്. ചരിത്രത്തിന്റെ ഇത് എന്ന് പറഞ്ഞാൽ നൈരന്തര്യമല്ല, അത് വിച്ഛേദങ്ങളുടെയും ബ്രേക്സ്, വിച്ഛേദങ്ങളുടെയും വിടവുകളുടെയും ഇതാണ്. അപ്പൊ ചരിത്രത്തിൽ ഈ ആക്സിഡൻസും ചാൻസും, ഇപ്പോൾ കോവിഡ് വാസ് ആൻ ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യരുണ്ടാക്കിയതാണ്. മനുഷ്യർ പ്രകൃതിക്ക് മേൽ നടത്തിയ കയ്യേറ്റം മൂലം കോവിഡ് പോലെ തന്നെ എത്രയോ മാരകമായ വൈറസുകൾ പ്രകൃതിയിലുണ്ട്. അപ്പൊ മനുഷ്യരുടെ ഈ കടന്നാക്രമണം മൂലം വൈറസും മനുഷ്യരും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞ സാഹചര്യത്തിലാണ് വരുന്നത്. എനിവേ ഇറ്റ് ഈസ് സംഹൗ ആക്സിഡന്റ്. ഇങ്ങനത്തെ ചാൻസസ്, ആക്സിഡൻസ് ഒക്കെ ചരിത്രഗതിയെ വലിയ തോതിൽ നിർണ്ണയിക്കുന്നുണ്ട് എന്നാണ് പോസ്റ്റ് മോഡേൺ ചിന്തകർ പറയുക. ചരിത്രത്തിൽ നൈരന്തര്യം, തുടർച്ചയേക്കാൾ ഇടർച്ചയാണ് ഉള്ളത് എന്ന് പറയും. അത് മറ്റൊരു അവസരത്തിൽ വളരെ രസകരമായി തന്നെ നമുക്ക് സംവദിക്കാമെന്ന് കരുതുന്ന വിഷയമാണ്. താങ്ക് യു. മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സാറേ, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു ഷിന സർ. കുട്ടികൾക്ക് BA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ സ്കൂളിലെ ചരിത്രവും ഡിഗ്രിയിൽ തലത്തിലെത്തിയാൽ ഏതു തരത്തിലാണ് ഈ ഒരു ഡിസിപ്ലിനെ സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാറുടെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ചരിത്ര ഒരു ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തെന്ന സാറിന് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി നന്ദി പറയുന്നത് ഫസ്റ്റ് ഇയറിലെ സഹല PK എന്ന വിദ്യാർത്ഥിനിയാണ്. സഹലയെ ക്ഷണിക്കുന്നു. സഹല പറഞ്ഞോ. ക്യാമറ ഓൺ ചെയ്തോ സഹല? ഓ നന്ദി പറയല്ലേ? നന്ദി പറയ്. ഹലോ, ഞാൻ സൈല PK. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഹിസ്റ്ററി ക്ലാസ്സിലെ ഫസ്റ്റ് ഇയർ വിഭാഗത്തിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്ന ഷിനാസ് സാർക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ പേരിലും നമ്മുടെ കോളേജിന്റെ പേരിലും മറ്റു വിദ്യാർത്ഥികളുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.